السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين الذي لم يتخذ ولدا ولم يكن له شريك في الملك، وأشهد أن لا إله إلا الله وحده لا شريك له، إله الأولين والآخرين. وأشهد أن نبينا محمدا صلى الله عليه وسلم عبده ورسوله، أرسله الله تعالى رحمة للعالمين، بلغ الرسالة وأدى الأمانة ونصح الأمة وجاهد في الله حق جهاده، صلوات ربي وسلامه عليه وعلى آله وأصحابه والتابعين والذين اتبعوهم بإحسان إلى يوم الدين وسلم تسليما كثيرا. أما بعد، فاتقوا الله عباد الله، يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. أعوذ بالله من الشيطان الرجيم. قل أي شيء أكبر شهادة قل الله شهيد بيني وبينكم، وأوحي إلي هذا القرآن لأنذركم به ومن بلغ، أئنكم لتشهدون أن مع الله آلهة أخرى؟ قل لا أشهد، قل إنما هو إله واحد وإنني بريء مما تشركون. അള്ളാഹുവിലും അന്ത്യനാളിലും വിശ്വസിച്ച സത്യവിശ്വാസികളെ, സത്യവിശ്വാസിനികളെ, ആദ്യമായി എന്നോടെന്ന പോലെ നിങ്ങളോട് എല്ലാവരെയും അള്ളാഹുവിനെ ഭയപ്പെട്ടുകൊണ്ട് എല്ലാ കാര്യങ്ങളിലും ജീവിതത്തിൻ്റെ രഹസ്യ പരസ്യ മേഖലകളിലെല്ലാം തന്നെ കഴിയുന്നത്ര അള്ളാഹുവിനെ ഭയപ്പെട്ട് ജീവിക്കണമെന്നും തൗഹീദിൻ്റെ പാതയിൽ ഇസ്തിഖാമത്തോടുകൂടി നിലയുറപ്പിക്കണമെന്നും ജീവിതത്തിലെ ഒരു സെക്കൻഡ് സമയമെങ്കിലും അള്ളാഹുവിന് ഇഷ്ടമല്ലാത്ത പ്രവൃത്തികളിൽ കൂടി വാക്കാലോ പ്രവൃത്തിയാലോ ചിന്തയാലോ പോകരുതെന്നും എല്ലാ കാര്യത്തിലും അള്ളാഹുവിൻ്റെ പ്രീതി പ്രതീക്ഷിച്ചുകൊണ്ട് അവന് വഴിപ്പെട്ട് ഹലാലും ഹറാമും തിരിച്ചറിഞ്ഞ് ജീവിക്കുവാൻ എന്നോടും നിങ്ങളോടും വസിയത്ത് ചെയ്യുകയാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല അതിന് നമുക്കെല്ലാവർക്കും തൗഫീഖ് നൽകുമാറാകട്ടെ. സൂറത്തുൽ അൻആമിലെ 19-ാമത്തെ ആയത്താണ് ഞാൻ നിങ്ങളെ കേൾപ്പിച്ചത്. അത് വളരെ വലിയ ഒരാദർശ പാഠങ്ങളും ഉൾക്കൊള്ളുന്നതും സത്യവിശ്വാസികളെ ഏത് കാലത്തും ജീവിക്കുമ്പോഴും ഏത് സാഹചര്യത്തിലായിരുന്നാലും അവരെ നിരന്തരം ഓർമ്മപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന വളരെ സുപ്രധാനമായ ദീനിലൊരു കാര്യമാണ് ഈ ആയത്തിലുടനീളം അല്ലാഹു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പ്രഖ്യാപിക്കുവാൻ വേണ്ടി കൽപ്പിക്കുന്നത്. അള്ളാഹു പറയുന്നു, ഖുൽ അയ്യു ഷൈഇൻ അക്ബറു ഷഹാദ. നബിയെ ചോദിക്കുക, അയ്യു ഷൈഇൻ അക്ബറു ഷഹാദ, സാക്ഷ്യത്തിൽ വച്ച് ഏറ്റവും വലിയത് ഏതാണ് എന്ന് നബിയെ തങ്ങൾ ചോദിക്കുക. എന്നിട്ട് ഉത്തരവും താങ്കൾ തന്നെ പറയണം. ഖുലില്ലാഹ് ഷഹീദും ബൈനി വ ബൈനക്കും. പറയുക നബിയെ, അല്ലാഹുവാണ് എനിക്കും നിങ്ങൾക്കും ഇടയിൽ സാക്ഷി. വ ഊഹിയ ഇലയ്യ ഹാദൽ ഖുർആൻ ലിഉൻദിറക്കും ബിഹി വമൻ ബലഗ്. ഈ ഖുർആൻ
എനിക്ക് ദിവ്യബോധനമായി നൽകപ്പെട്ടിട്ടുള്ളതാണ്, അഥവാ വഹി മുഖേന ലഭിച്ചിട്ടുള്ളതാണ്. അത് മുഖേന നിങ്ങൾക്കും അതിൻ്റെ സന്ദേശം ചെന്നെത്തുന്ന എല്ലാ ജനവിഭാഗങ്ങൾക്കും ഞാൻ മുന്നറിയിപ്പ് നൽകുന്നതിന് വേണ്ടിയാകുന്നു ഈ ഗ്രന്ഥം എനിക്ക് വഹയായി നൽകപ്പെട്ടിട്ടുള്ളത്. അതുകൊണ്ട് അഇന്നകും ലതശ്ഹദൂന അന്ന മഅല്ലാഹി ആലിഹത്തൻ ഉഖ്റ, അല്ലാഹുവോടൊപ്പം വേറെയും ആരാധ്യന്മാരുണ്ടെന്നതിന് യഥാർത്ഥത്തിൽ നിങ്ങൾ സാക്ഷ്യം വഹിക്കുമോ? ഖുൽ ലാ അശ്ഹദ്, നബിയെ പറഞ്ഞേക്കുക, ഞാൻ സാക്ഷ്യം വഹിക്കുകയില്ല. ഖുൽ, നബിയെ പറയുക, ഇന്നമാ ഹുവ ഇലാഹു വാഹിദ്, ആരാധ്യനായി എല്ലാ ഇബാദത്തുകൾക്കും അർഹനായ ഏക ദൈവമാം മാത്രമാകുന്നു അവൻ. വഇന്നനി ബരീഉം മിമ്മാ തുശ്രികൂൻ, നിങ്ങൾ അവനോട് പങ്കു ചേർക്കുന്നതുമായി എനിക്ക് യാതൊരു ബന്ധവുമില്ല. ഈ ആയത്തിൽ തൗഹീദുമായും അതിൻ്റെ നേരെ വിപരീതമായ ഷിർക്കുമായും ബന്ധപ്പെട്ട കാര്യമാണ് അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് തുറന്ന് പ്രഖ്യാപിക്കുവാൻ വേണ്ടി അള്ളാഹു കൽപ്പിച്ചിരിക്കുന്നത്. അതെ, ഈ ആയത്തിലെ ആശയം നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്കറിയാം, തൗഹീദും അതിൻ്റെ നേർ വിപരീതമായ ഷിർക്കും, ഇത് രണ്ടും എപ്പോഴും ഒന്നിച്ചു പോവുകയില്ല. ഇപ്പോഴും ഏറ്റുമുട്ടലാണ്. കാരണം തൗഹീദാണ് വിജയിക്കേണ്ടത്, ഷിർക്കാണ് പരാജയപ്പെടേണ്ടത്. അതുകൊണ്ട് തന്നെ സാധാരണ മനുഷ്യർക്കിടയിൽ സംസാര ശൈലി അതിൽ വിജയം പ്രാപിക്കുകയില്ല. വഹീ തന്നെ വേണം, സാക്ഷികൾ തന്നെ വേണം, അതിനുള്ള തെളിവുകൾ തന്നെ വേണം. ഇതൊക്കെ ഉണ്ടായാൽ തന്നെ ശിർക്ക് വെക്കുന്ന ആളുകളുടെ എണ്ണത്തിൽ വല്ല കുറവുമുണ്ടോ? ഒരിക്കലുമില്ല. സൂറത്ത് യൂസുഫിലെ 106-ാമത്തെ ആയത്തിൽ ഇതിന് സാക്ഷിയാണ്. കാണാം, എന്താ പറയുന്നത്? വമാ യുഅ്മിനു അക്സറുഹും ബില്ലാഹി ഇല്ലാ വഹും മുശ്രികൂൻ, അവരിൽ അധിക പേരും അള്ളാഹുവിൽ വിശ്വസിക്കുന്നത് അവനോട് മറ്റുള്ളവരെ പങ്കുചേർക്കുന്നവരായിക്കൊണ്ട് മാത്രമാണ്. അപ്പൊ അക്സർ, ഭൂരിപക്ഷം താൻ വിശ്വാസിയാണ് എന്ന് പറയുമ്പോൾ തന്നെ അവൻ നിരന്തരം അവൻ്റെ ജീവിതത്തിൽ ശിർക്ക് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. ശിർക്കോട് കൂടിയാണ് അവരുടെ വിശ്വാസം. അതുകൊണ്ട് തന്നെ വിശ്വാസം പ്രാഥമികമായി ഹൃദയത്തിൻ്റെ അന്തരാളങ്ങളിൽ പ്രതിഷ്ഠിച്ചിട്ടില്ലാത്ത ആളുകൾ, അഥവാ ദിവ്യ പ്രബോധനത്തിൽ കൂടി അള്ളാഹു പരിശുദ്ധ ഖുർആനിൽ തെളിവുകളോടുകൂടി വ്യക്തമാക്കി തന്ന ആ തൗഹീദ്, അത് ഇത്തരം ആളുകളുടെ ഹൃദയത്തിലേക്ക് പ്രവേശിച്ചിട്ടില്ല. ഈ കാര്യം പരിശുദ്ധ ഖുർആനിൻ്റെ ആയത്തുകളിൽ കൂടി നമ്മൾ കണ്ണോടിക്കുകയാണെങ്കിൽ, പരിശോധിക്കുകയാണെങ്കിൽ നിരവധി ആയത്തുകൾ നമുക്ക് കണ്ടെത്താൻ കഴിയും. അതുകൊണ്ട് തന്നെ നമ്മുടെ ഇന്നത്തെ സംസാരം തൗഹീദുമായി കൊണ്ട് ബന്ധമുണ്ടെങ്കിലും ഇബാദത്തുമായി അതിനെ ബന്ധിപ്പിക്കുന്ന സാധാരണ മുസ്ലിങ്ങളുടെ ജീവിത രീതി അല്ലെങ്കിൽ അവരുടെ വിശ്വാസ രീതിയെക്കുറിച്ച്, തൗഹീദും ഇബാദത്തും എങ്ങനെയാണ് പോകുന്നത്, തൗഹീദില്ലാതെ ഇബാദത്ത് പറ്റുമോ, ഇബാദത്തില്ലാതെ തൗഹീദ് പറ്റുമോ, തൗഹീദും ഇബാദത്തും കൂടി ഒന്നിച്ചു ചേരണോ, അതല്ല തൗഹീദില്ലാതെ ഇബാദത്ത് മാത്രം മതിയോ? ഈ വക ചിന്തകൾ തൗഹീദിനെ സംബന്ധിച്ച് പരാമർശിക്കുമ്പോൾ ഇബാദത്ത് അതുമായി കയറി വരുന്നൊരു രംഗമാണ്.
അപ്പൊ എന്താണ് തൗഹീദ്, എന്താണ് ഇബാദത്ത്, ഇത് രണ്ടും നമ്മൾ വേർതിരിച്ച് മനസ്സിലാക്കണം. തൗഹീദിന്റെ നിർവചനത്തിൽ നമുക്ക് പ്രാരംഭമായിക്കൊണ്ട് മനസ്സിലാക്കേണ്ട ഒരു കാര്യം, തൗഹീദില്ലാതെ ഒരാളുടെയും ഇബാദത്ത് അള്ളാഹു സ്വീകരിക്കുകയില്ല. തൗഹീദ് ശരിപ്പെടാതെ അള്ളാഹു തആല മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് എങ്ങനെയാണോ തൗഹീദ് പഠിപ്പിച്ചു കൊടുത്തിട്ടുള്ളത്, ആ തൗഹീദ് നമ്മുടെ ജീവിതത്തിൽ പകർത്താതെ നമ്മൾ ഇബാദത്ത് ചെയ്തിട്ട് യാതൊരു കാര്യവുമില്ല. കാരണം അള്ളാഹു ഇത് സ്വീകരിക്കുകയില്ല. ഇത് നമ്മൾ എപ്പോഴും പ്രധാനവുമായിക്കൊണ്ട് ഈ രണ്ട് വിഷയവും കൈകാര്യം ചെയ്യുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. എല്ലാ തൗഹീദും ഇബാദത്തുമായിക്കൊണ്ട് ബന്ധപ്പെട്ടതാണ്. എന്നാൽ തൗഹീദിനെ പണ്ഡിതന്മാർ 3 പ്രത്യേകമായ വിഭാഗങ്ങളാക്കി തരംതിരിച്ചിട്ടുണ്ട്. ഒന്ന് തൗഹീദുർ റുബൂബിയ്യ, റബ്ബ് അള്ളാഹു മാത്രമാണ് എന്നതിലുള്ള വിശ്വാസം. അള്ളാഹു ഖാലിഖാണ്, സൃഷ്ടാവാണ്, ലോകത്തെ മുഴുവനും നിയന്ത്രിക്കുന്നവനാണ്, സർവ്വചരാചരങ്ങൾക്കും അവരർഹിക്കുന്ന രൂപത്തിലുള്ള ഭക്ഷണങ്ങൾ കൊടുക്കുന്നവനാണ്, അവരെ പോറ്റി വളർത്തുന്നവനാണ്, സംരക്ഷിക്കുന്നവനാണ് ലോകത്തിൻ്റെ അവസാനം വരെ. ഇങ്ങനെയുള്ള അള്ളാഹു, ആ അള്ളാഹുവിൻ്റെ റബ്ബ്, അവനല്ലാതെ റബ്ബുൽ ആലമീൻ എന്നാണ് അതിന് പറയപ്പെടുക. സർവ്വലോകത്തിൻ്റെയും, അതായത് സിവല്ല, അള്ളാഹു അല്ലാത്ത എല്ലാ സൃഷ്ടിചരാചരങ്ങളുടെയും നാഥൻ അല്ലെങ്കിൽ രക്ഷിതാവ്. ഇതാണ് തൗഹീദുർ റുബൂബിയ്യ. അവനിൽ വേറെ ഒരു സൃഷ്ടാവില്ല, വേറെ ഒരു റസാഖില്ല, വേറെ ഒരു മുദബ്ബിറില്ല, വേറെ ഒരു മുസരിഫില്ല, വേറെ ഒരു മാലിക്കില്ല, വേറെ ഒരു മലിക്കുമില്ല. അങ്ങനെ അള്ളാഹുമായി കൊണ്ട് റബ്ബിൻ്റെ വ്യത്യസ്തമായ നാമങ്ങൾക്കും അതുപോലെ തന്നെ സ്വഭാവ ഗുണവിശേഷണങ്ങൾക്കും അനുഗുണമായിട്ടുള്ള അവന് മാത്രം അവകാശപ്പെട്ട എന്തെല്ലാം സിഫത്തുകളുണ്ടോ അസ്മാകളുണ്ടോ അതൊക്കെയും റബ്ബുൽ ഇസ്സത്ത് വൽ ജലാലി വൽ ഇക്റാമിന് അനുയോജ്യമായ രീതിയിൽ നാം വിശ്വസിക്കണം. അതെല്ലാം സമ്പൂർണ്ണമാണെന്ന് വിശ്വസിക്കണം. ഒരു തരത്തിലുള്ള ന്യൂനതകളോ അയ്ബോ അവനുണ്ട് എന്ന് നാം ഒരിക്കലും തന്നെ കരുതുവാൻ പാടുള്ളതല്ല. അപ്പോൾ ആ റബ്ബ്, അത് തൗഹീദിൻ്റെ ഒരു ഭാഗമാണ്. റബ്ബ് അള്ളാഹു ഏകനാണ്, റബ്ബുൽ ആലമീൻ ഏകനാണ് എന്ന് വിശ്വസിക്കൽ അതിൻ്റെ ഒരു ഭാഗമാണ്. പക്ഷേ ഇവിടെ ഒരു പ്രശ്നമുണ്ട്. ഈ റബ്ബുൽ ആലമീൻ എന്ന് മുസ്ലിങ്ങൾ മാത്രമാണോ വിശ്വസിക്കുന്നത്? മുഅ്മിനീങ്ങൾ മാത്രമാണോ വിശ്വസിക്കുന്നത്? അല്ല, ഒരിക്കലുമല്ല. ഖുറൈശികളായ മുശ്രിക്കുകളെ അല്ലാഹു തആല നിരവധി പരിശുദ്ധ ഖുർആൻ ആയത്തുകളിൽ പരിചയപ്പെടുത്തുന്നത്, നബിയെ താങ്കൾ ചെന്ന് ചോദിക്കുക അവരോട്. എന്താ ചോദിക്കുക? ആകാശം സൃഷ്ടിച്ചവനാരാണ്, ഭൂമി സൃഷ്ടിച്ചവനാരാണ്? അപ്പോൾ അവരുടെ മറുപടി വരുന്ന ഫയഖൂലൂന അല്ലാഹ്, അള്ളയാണ്. അപ്പോൾ തൗഹീദുർ റുബൂബിയ്യ ആർക്കുണ്ട്? ഖുറൈശികളിലെ മുശ്രിക്കുകൾക്കുണ്ട്. പക്ഷെ അവർക്ക് എന്തില്ല? രണ്ടാമത് പറയാൻ പോകുന്ന തൗഹീദില്ല, അഥവാ തൗഹീദുൽ ഉലൂഹിയ്യ. ആരാധനക്കർഹൻ, യഥാർത്ഥത്തിൽ ആരാധന നിർവഹിക്കപ്പെടാനുള്ള ഏക അവകാശം, സത്യസന്ധമായി ഇബാദത്ത് ചെയ്യാൻ ഇഖ്ലാസോടുകൂടി ചെയ്യാൻ അർഹതപ്പെട്ടവൻ അള്ളാഹു മാത്രമാണ്. എല്ലാത്തരം ഇബാദത്തുകളും അവന് മാത്രമേ അർപ്പിക്കാവൂ. ഇതിന് അർഹതപ്പെട്ടവൻ അള്ളാഹു മാത്രമാണ്. ഇത് രണ്ടാമത്തെ തൗഹീദാണ്, തൗഹീദിൻ്റെ രണ്ടാമത്തെ ശാഖയാണ് അല്ലെങ്കിൽ ഭാഗമാണ്. ഈ തൗഹീദിൽ മക്കയിലെ മുശ്രിക്കുകൾ ആർക്കും വിശ്വാസമുണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ ആരെങ്കിലും അവർ മുഅ്മിനീങ്ങളാണെന്ന് പറയോ, മുവഹിദുകളാണെന്ന് പറയോ? ഒരിക്കലുമില്ല. കാരണം അവർക്ക് അള്ളാഹു ഖാലിഖാണ് എന്ന വിശ്വാസം മാത്രമേ ഉള്ളൂ. പക്ഷേ അവൻ ലാ ഇലാഹ ഇല്ലാഹു, അവന് മാത്രമേ ഏക ആരാധ്യനായുള്ളൂ എന്ന വിശ്വാസം അവർക്കില്ല. അതുകൊണ്ടാണ് അവരെ മൂമിൻ അല്ലെങ്കിൽ വിശ്വാസികൾ എന്ന് പറയാതിരുന്നത്. അവർ തൽബിയത്ത് ചൊല്ലുമ്പോഴൊക്കെ ലബ്ബൈക്ക് അല്ലാഹുമ്മ ലബ്ബൈക്ക് എന്ന് പറയാറുണ്ട്. നിന്റെ നാഥ, നിന്റെ വിളിക്കുത്തരം നൽകിക്കൊണ്ട് ഞങ്ങൾ ഇതാ വന്നിരിക്കുന്നു. ലബ്ബൈക ലാ ശരീക ലക്, നിനക്ക് യാതൊരു പങ്കുകാരനുമില്ല. പിന്നെന്താ പറയുന്നത്? നിനക്കൊരു പങ്കുകാരനുണ്ട്. ആര്? ആ
പങ്കുകാരനെ നീ നിയന്ത്രിക്കുന്നവൻ, നിന്റെ ഉടമസ്ഥതയിലാണ് ആ പങ്കുകാരൻ. പക്ഷേ ആ പങ്കുകാരൻ്റെ ഉടമസ്ഥതയിൽ നീയല്ല. അങ്ങനത്തെ ഒരാളുണ്ട്. അതായത് മക്കയിൽ അവരുടെ മുശ്രിക്കുകളുടെ വിശ്വാസമനുസരിച്ച് ലാത്തയും ഉസ്സയും മനാത്തും ഒക്കെ അവരുടെ രക്ഷാധികാരികളാണ്. അവർക്ക് പ്രാർത്ഥനക്കോ അല്ലെങ്കിൽ അവരുടെ സഹായതട്ടത്തിനോ ആഗ്രഹ സഫലീകരണത്തിനോ ഒക്കെ പോകാനുള്ള ബിംബങ്ങൾ അല്ലെങ്കിൽ സ്ഥാനങ്ങളായി അവയെ നിശ്ചയിച്ചിരുന്നു. അതുകൊണ്ട് അവരുടെ ഇബാദത്തുകളൊന്നും എന്തല്ല, അള്ളാഹു സ്വീകരിക്കപ്പെടുകയില്ല. അപ്പോൾ ഒരാൾ റബ്ബാണ് എന്ന് വിശ്വസിച്ചത് കൊണ്ട് മാത്രം അയാൾ മുവഹിദാവുകയില്ല, അയാൾ നിന്ന് ആരാധന കർമ്മങ്ങൾ സ്വീകരിക്കുകയില്ല, ഒരിക്കലും തന്നെ നരക ശിക്ഷയിൽ നിന്നും അവരെ മോചിപ്പിക്കുകയുമില്ല. അപ്പോൾ അവർ അള്ളാഹു റാസിഖാണ് ഖാലിഖാണ് എന്ന് വിശ്വസിച്ചിരുന്നുവെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരോട് ബദറിൽ വെച്ച് യുദ്ധം ചെയ്യേണ്ട ആവശ്യമില്ലായിരുന്നു. എന്തിനാ യുദ്ധം ചെയ്ത്? അവർ പറഞ്ഞിരുന്നത്, അവരോട് നബിയെ പറയുക, അവരോട് ആരാണ് ആകാശഭൂമികളെ സൃഷ്ടിച്ചവൻ എന്ന് ചോദിച്ചാൽ അവർ മറുപടി പറയും അള്ളാഹു ആണെന്ന്. അപ്പം അങ്ങനെ അള്ളാഹു ആണ് സൃഷ്ടാവ് എന്ന് വിശ്വസിക്കുന്നുണ്ടെങ്കിൽ പിന്നെന്തിനാ ബദറിൽ പോയിട്ട് യുദ്ധം ചെയ്തത്? ബദറിൽ യുദ്ധം ചെയ്തത് ഇതിനാണ്, ആരാധ്യനായി അള്ളാഹു മാത്രമേയുള്ളൂ, അവൻ ഏകനാണ്, എല്ലാ ആരാധനാ കർമ്മങ്ങളും അവന് മാത്രമേ സമർപ്പിക്കാൻ പാടുള്ളൂ, ദുആ പ്രാർത്ഥന അവനോട് മാത്രമേ പാടുള്ളൂ, സഹായതേട്ടം അവനോട് മാത്രമേ പാടുള്ളൂ, മനുഷ്യർക്ക് എന്തെങ്കിലും ഉപകാരം ചെയ്യാൻ കഴിവുള്ളവൻ അവൻ മാത്രമാണ്, ഉപദ്രവങ്ങൾ നീക്കം ചെയ്യാൻ കഴിവുള്ളവൻ അവൻ മാത്രമാണ് എന്നുള്ള ഒരു വിശ്വാസം അവർക്കില്ല. അതുകൊണ്ട് തന്നെ ഇബാദത്തിൻ്റെ നിർവചനത്തിൽ നമ്മൾ പാലിക്കേണ്ട ചില മര്യാദകൾ, അത് പാലിച്ചെങ്കിലേ തൗഹീദുമായിക്കൊണ്ട് അതിനെ കണക്ട് ചെയ്യാൻ കഴിയുള്ളൂ. പ്രധാനമായിക്കൊണ്ട് അതിൽ ഇബാദത്തിൻ്റെ നിർവചനത്തിൽ വരുന്നത് അങ്ങേയറ്റത്തെ സ്നേഹം വേണം അള്ളാഹുവിനോട്. ഇബാദത്ത് സ്വീകരിക്കണമെങ്കിൽ അങ്ങേയറ്റത്തെ സ്നേഹം അള്ളാഹുവിനോട് വേണം. 2, അങ്ങേയറ്റത്തെ ഭയം വേണം, അങ്ങേയറ്റത്തെ ആഗ്രഹം വേണം, അങ്ങേയറ്റത്തെ ബഹുമാനം വേണം, അങ്ങേയറ്റത്തെ ഭക്തി വേണം, അങ്ങേയറ്റത്തെ താഴ്മ വേണം, അങ്ങേയറ്റത്തെ വിനയം വേണം. ഇങ്ങനെ അങ്ങേയറ്റം, അതിൻ്റെ അപ്പുറത്ത് വേറൊന്നുമില്ല. മനുഷ്യരുടെ ഹൃദയത്തിൽ രൂഢമൂലമാവുകയും അതിനനുസരിച്ചുകൊണ്ട് ഇബാദത്തുകളുടെ ഓരോ ഭാഗങ്ങളെയും ക്രമീകരിക്കുകയും ചെയ്തുകൊണ്ട് പ്രായോഗിക ജീവിതത്തിൽ അവൻ ഇബാദത്ത് സ്ഥിരപ്പെടുത്തണം. എങ്കിൽ മാത്രമേ അവൻ തൗഹീദിലേക്ക് കയറുകയുള്ളൂ. ഇബാദത്തില്ലാതെ, ഇബാദത്ത് ശരിപ്പെടുത്താതെ തൗഹീദിലേക്ക് എത്തിപ്പെടാൻ കഴിയില്ല. തൗഹീദില്ലാതെ ഇബാദത്തും ശരിയാവുകയില്ല. ഇതാണ് നേരത്തെ ഞാൻ സൂചിപ്പിച്ചത്. അതുകൊണ്ട് തന്നെ അങ്ങേയറ്റത്തെ ബഹുമാനവും അങ്ങേയറ്റത്തെ ഭയഭക്തിയും ഈ കാര്യങ്ങൾക്കൊക്കെ അർഹനായവൻ അള്ളാഹു മാത്രമാണ് എന്ന് നാം മനസ്സിലാക്കേണ്ടതുണ്ട്. ഈ പ്രപഞ്ചത്തിൽ ഒരുപാട് ആളുകൾ പലതിനെയും ഭയപ്പെടുന്നു, പലതിനോടും സ്നേഹം കാണിക്കുന്നു, പലതിനോടും ഭക്തി കാണിക്കുന്നു, പലതിനോടും താഴ്മ കാണിക്കുന്നു. പക്ഷെ അവർക്കൊന്നും എന്തല്ല, ആ താഴ്മയും ഭക്തിയും സ്നേഹവും ആദരവും ബഹുമാനവും ഒന്നും അങ്ങേയറ്റമുള്ളതല്ല. അവർ ഇതിനെയും സ്നേഹിക്കുന്നു, അതിനെയും സ്നേഹിക്കുന്നു. അതുകൊണ്ടാണ് സൂറത്തുൽ ബഖറയെ 165-ാമത്തെ ആയത്തിൽ അല്ലാഹു പറഞ്ഞത്, ഒമിനൻ നാസ് മയ്യത്തഖിദു മിൻ ദൂനില്ലാഹി അൻദാദൻ യുഹിബ്ബൂനഹും കഹുബ്ബില്ലാഹ് വല്ലദീന ആമനു അശദ്ദു ഹുബ്ബൻ ലില്ലാഹ്. മനുഷ്യരിലുണ്ട് ചിലർ അള്ളാഹു അല്ലാത്തവരെ സമന്മാരാക്കി അവരുണ്ടാക്കും. അതുപോലെ തന്നെ യുഹിബ്ബൂനഹും കഹുബ്ബില്ലാഹ്, അള്ളാഹുവിനെ സ്നേഹിക്കുന്നത് പോലെ ആ സമന്മാരെയും സ്നേഹിക്കും. എന്നാൽ മുഅ്മിനീങ്ങൾ അങ്ങനെയാണോ? അല്ല. വല്ലദീന ആമനു അശദ്ദു ഹുബ്ബൻ ലില്ലാഹ്, മുഅ്മിനീങ്ങളെ സംബന്ധിച്ചിടത്തോളം അവർ ഏറ്റവും ശക്തമായ, ഏറ്റവും കൂടുതൽ സ്നേഹം അള്ളാഹുവിനോട് പ്രകടിപ്പിക്കുന്നവരാണ്. അതുകൊണ്ട് തന്നെ ആ സ്നേഹപ്രകടനം എങ്ങനെയാകണം? അള്ളാഹുവിനോടുള്ള സ്നേഹം അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ വഴിപ്പെട്ടുകൊണ്ടും പിൻപറ്റിക്കൊണ്ടും വേണ്ടി മാത്രമായിരിക്കണം. സൂറത്ത് ആല ഇംറാനിലെ 31-ാമത്തെ ആയത്തിൽ കാണാം, ഖുൽ ഇൻ കുൻതും തുഹിബ്ബൂനല്ലാഹ ഫത്തബിഊനി യുഹ്ബിബുകുമുല്ലാഹ് വയഗ്ഫിർ ലക്കും ദുനൂബക്കും. അതെ നബിയെ പറയുക, ഇൻ കുൻതും തുഹിബ്ബൂനല്ലാഹ്, അള്ളാഹുവിനെ നിങ്ങൾ സ്നേഹിക്കുന്നുവെങ്കിൽ. നേരത്തെ നമ്മൾ സൂറത്തുൽ ബഖറയിൽ പറഞ്ഞ സ്നേഹം അശദ്ദു ഹുബ്ബൻ ലില്ലാഹ്, ഏറ്റവും ശക്തമായ സ്നേഹം. അങ്ങനെ സ്നേഹം നിങ്ങൾക്ക് അള്ളാഹുവിനോടുണ്ടെങ്കിൽ ഫത്തബിഊനി, എന്നെ നിങ്ങൾ പിൻപറ്റുക. യുഹ്ബിബുകുമുല്ലാഹ്, എന്നെ പിൻപറ്റിയെങ്കിൽ മാത്രമേ നിങ്ങളെ അള്ളാഹു സ്വീകരിക്കുകയുള്ളൂ, സ്നേഹിക്കുകയുള്ളൂ.
വയഗ്ഫിർ ലക്കും ദുനൂബക്കും, അത് മുഖേന അഥവാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പിൻപറ്റുന്നത് മുഖേന നിങ്ങളുടെ പാപങ്ങൾ അള്ളാഹു പൊറുക്കുകയും ചെയ്യും. ഇതാണ് സ്നേഹത്തെപ്പറ്റി, അങ്ങേയറ്റത്തെ സ്നേഹത്തെപ്പറ്റി പരാമർശിക്കുന്നിടത്ത് അള്ളാഹു തആല നമ്മെ പഠിപ്പിക്കുന്നത്. ആ സ്നേഹം പ്രകടിപ്പിക്കേണ്ടത് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പിൻപറ്റിക്കൊണ്ട് മാത്രമാകണം. അഥവാ ശരീഅത്ത് നിയമങ്ങളും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്ഥിരപ്പെട്ട ചര്യകളായ സുന്നത്തും അനുഷ്ഠിച്ചുകൊണ്ടാകണം. അതുപോലെ തന്നെയാണ് ഭയത്തിൻ്റെ കാര്യങ്ങളിലും. അള്ളാഹു അല്ലാത്തവരുടെ അടുത്ത് ചെന്നുകൊണ്ട് സഹായം തേടുന്നത് എന്തുകൊണ്ടാണ്? അവരെ ഭയപ്പെട്ടുകൊണ്ടാണ്. അവർ പറയുന്നത് അനുസരിച്ചില്ലെങ്കിൽ അവർ മറ്റേതെങ്കിലും മാർഗത്തിൽ കൂടി ഇയാളെ ഭയപ്പെടുത്തും, അല്ലെങ്കിൽ ബുദ്ധിമുട്ടുണ്ടാക്കും, അല്ലെങ്കിൽ കഷ്ടനഷ്ടങ്ങൾ വരുത്തും, അല്ലെങ്കിൽ ഇയാളുടെ ഉദ്ദിഷ്ട കാര്യങ്ങൾ സഫലീകരിക്കാൻ സാധിക്കാതെ വരും, എന്തെങ്കിലും മുടക്ക് വെക്കും. ഇത്തരം കാര്യങ്ങളിൽ അവരോടുള്ള ഭയം മൂലമാണ് ഇങ്ങനെ അവരുടെ അടുത്തേക്ക് പോകുന്നത്. മുശ്രിക്കുകളെ കുറിച്ച് അള്ളാഹു പരാമർശിച്ചപ്പോൾ സൂറത്ത് സുമറിലെ 36-ാമത്തെ ആയത്തിൽ കാണാം, വയുഖവ്വിഫൂനക ബില്ലദീന മിൻ ദൂനി. മുശ്രിക്കുകൾ, പിശാച് നിന്നെ ഭയപ്പെടുത്തും, അല്ലെങ്കിൽ അവരെ ഭയപ്പെടുത്തും, നിന്നെ അവർ ഭയപ്പെടുത്തും. ബില്ലദീന മിൻ ദൂനില്ലാഹ്, മിൻ ദൂനിഹി, അള്ളാഹു അല്ലാത്ത ആളുകളുടെ സഹായം കൊണ്ട്. അവരുടെ ഉദ്ദേശം നിങ്ങളെ ഭയപ്പെടുത്തി പേടിപ്പിച്ച് നിർത്തുക, അങ്ങനെ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ നിന്ന് നിങ്ങളെ വ്യതിചലിപ്പിക്കുക, അള്ളാഹുവിനോടുള്ള സ്നേഹത്തിൽ നിന്ന് നിങ്ങളെ വിട്ട് അവരെ സ്നേഹിക്കാനും അള്ളാഹുവിനോടുള്ള ഭയത്തിൽ നിന്ന് അവരെ ഭയപ്പെടാനും വേണ്ടി നിങ്ങളെ പാകപ്പെടുത്തി എടുക്കുക. മുഅ്മിനീങ്ങളെ കുറിച്ച് അള്ളാഹു പറഞ്ഞെടുത്ത് ആ ഭയം നേരെ തിരിച്ചാണ്. അള്ളാഹു പറഞ്ഞു സൂറത്ത് ആല ഇംറാനിൽ 175-ാമത്തെ ആയത്തിൽ കാണാം, വഖാഫൂനി ഇൻ കുൻതും മുഅ്മിനീൻ, നിങ്ങൾ യഥാർത്ഥ വിശ്വാസികളാണെങ്കിൽ എന്നെ മാത്രം ഭയപ്പെടുക. അപ്പം ഇങ്ങനെ ഭയത്തിൻ്റെ കാര്യത്തിലും സ്നേഹത്തിൻ്റെ കാര്യത്തിലും വ്യത്യസ്തമായ നിലപാടുകൾ അള്ളാഹു സുബ്ഹാനഹു വ തആല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് പഠിപ്പിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പം ഇവിടെ നേരത്തെ ഞാൻ സൂചിപ്പിച്ചു, നമ്മുടെ തൗഹീദിൽ വിള്ളലുണ്ടാക്കുന്ന അഥവാ ഇബാദത്ത് ചെയ്താൽ അത് പൊളിച്ചു കളയുന്ന പല കാര്യങ്ങളും നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ സൂചിപ്പിക്കുകയുണ്ടായി. 11ഓളം കാര്യങ്ങൾ ഇബാദത്തുകളെ പൊളിച്ചു കളയുന്ന, അല്ലെങ്കിൽ അതിൻ്റെ പ്രതിഫലത്തെ നഷ്ടപ്പെടുത്തി കളയുന്ന നിരവധി കാര്യങ്ങൾ നമ്മൾ നേരത്തെ സൂചിപ്പിക്കുകയുണ്ടായി. അപ്പം ഇങ്ങനെ ഷിർക്കുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ഇത് പൊളിച്ചു കളയുന്ന ഏറ്റവും വലിയ വില്ലൻ. നേരത്തെ പറഞ്ഞ കൂട്ടത്തിൽ ഈ സ്നേഹവും ഭയവുമൊക്കെ പ്രകടിപ്പിച്ചുകൊണ്ട് അള്ളാഹു അല്ലാത്ത ആളുകൾ, അല്ലെങ്കിൽ പിശാചുക്കൾ, ഷയാത്തീനുൽ ജിന്നി വൽ ഇൻസ്, മനുഷ്യരിലെയും ജിന്നുകളിലെയും ഒക്കെ പിശാചുക്കൾ, ഇവർ മനുഷ്യരെ ഭയപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ് നിരന്തരം. എന്തിനു വേണ്ടി? ഷിർക്കിലേക്ക് അവരെ കൊണ്ടുപോവുക, അതുപോലെ തന്നെ ബിദ്അത്തിലേക്ക് കൊണ്ടുപോവുക, അള്ളാഹുവിനെ ഭയപ്പെടുന്നതിൽ നിന്നും അവരെ വേർപ്പെടുത്തി പിശാചിനെ ഭയപ്പെടുത്താൻ വേണ്ടി അവരെ പാകപ്പെടുത്തിയെടുക്കുക. ഇങ്ങനെയുള്ള നിരവധി പ്രവണതകൾ മനുഷ്യർക്കിടയിൽ വസ്വാസ് ഉണ്ടാക്കുക. അല്ലദീ യുവസ്വിസു ഫീ സുദൂരിന്നാസ്, മനുഷ്യരുടെ ഹൃദയത്തിൽ ഇങ്ങനെ സംശയങ്ങൾ, അതുപോലെ ദുർബോധനങ്ങളിട്ട് ഇങ്ങനെ നിരന്തരം അവനെ വേട്ടയാടിക്കൊണ്ടിരിക്കുക. യാതൊരു കാര്യമില്ല. എന്നാൽ വല്ല ഉറപ്പിൻ്റെ അടിസ്ഥാനത്തിലാണോ ഈ ചിന്തിക്കുന്നതും സംശയിക്കുന്നതും പറയുന്നതും? അല്ല, ഒരിക്കലും ഉറപ്പില്ല. അങ്ങനെ നിരന്തരമായി അവനെ വേട്ടയാടിക്കൊണ്ടിരിക്കുകയാണ്. ഇത് സത്യവിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം ഞാൻ നേരത്തെ സൂചിപ്പിച്ചു, വമാ യുഅ്മിനു അക്സറുഹും ബില്ലാഹി ഇല്ലാ വഹും മുശ്രികൂൻ. വിശ്വസിക്കുന്ന കൂട്ടത്തിൽ തന്നെ ഒരു ഭാഗം ശിർക്കിനു വേണ്ടി ഉപയോഗിക്കുകയാണ് വിശ്വാസികൾ. അവരെ വിശ്വാസികൾ എന്നാണ് വിളിക്കുന്നത്. പക്ഷേ ശിർക്ക് അവരുടെ കൂട്ടത്തിൽ തന്നെ നിൽക്കുന്നുണ്ട്. അത് നിലക്കൊള്ളുന്ന കാലത്തോളം ഇത്തരം വസ്വാസുകളും പിശാച് അവരെ പിന്തുടർന്നുകൊണ്ട്, അല്ലെങ്കിൽ പിശാചിൻ്റെ പിണിയാളുകൾ പിന്തുടർന്നുകൊണ്ട് അവരെ നിരന്തരം വേട്ടയാടിക്കൊണ്ടിരിക്കും. ഇങ്ങനെ അള്ളാഹുവിൻ്റെ അധികാരാവകാശങ്ങളിലും ഗുണവിശേഷണങ്ങളിലും മറ്റു ചിലരെ അവനോട് പങ്കു ചേർത്തുകൊണ്ടിരിക്കും. അതുപോലെ തന്നെ അള്ളാഹുവിൻ്റെ പ്രീതിയും പ്രതിഫലവും ലക്ഷ്യമാക്കാതെ സൃഷ്ടികളുടെ പ്രീതിക്കും അവരുടെ സൽപ്പേരിനും വേണ്ടി സൽക്കർമ്മങ്ങൾ ചെയ്തുകൊണ്ടിരിക്കും, അള്ളാഹുവിനല്ല. ഇതുപോലെ തന്നെ അള്ളാഹു അല്ലാത്തവരുടെ നാമത്തിൽ സത്യം ചെയ്യും. അവർ പറയുന്നത്, മുഅ്മിനെ സംബന്ധിച്ചിടത്തോളം അവൻ സത്യമല്ലാതെ പറയില്ല. പക്ഷേ അവനൊരു കാര്യം സ്ഥാപിക്കണമെങ്കിൽ നിരന്തരമായി സത്യം ചെയ്യണം. അതും
അള്ളാഹുവിന് നിങ്ങൾക്ക് ആർക്കെങ്കിലും സത്യം ചെയ്യേണ്ടി വന്നാൽ അള്ളാഹുവിനെ കൊണ്ട് സത്യം ചെയ്യാം. മോമിന് അവൻ്റെ സംസാരം എപ്പോഴും സത്യമേ ആവുകയുള്ളൂ. അവനൊരു കാര്യത്തിലും കളവ് പറയേണ്ട ആവശ്യമില്ല. പക്ഷേ അവൻ്റെ പറയുന്ന കാര്യങ്ങൾ സ്ഥാപിച്ചെടുക്കാൻ അള്ളാഹുവിൻ്റെ പേരിൽ സത്യം പറയുന്നതിന്, അല്ലെങ്കിൽ അള്ളാഹുവിൻ്റെ മുന്നിൽ നാമത്തിൽ സത്യം ചെയ്യുന്നതിന് പകരം അള്ളാഹു അല്ലാത്തവരുടെ പേരുകൾ ഉച്ചരിച്ചുകൊണ്ട് സത്യം ചെയ്യാം. അങ്ങനെ ഇബാദത്തുകളെ പൊളിച്ചു കളയുക. അതുപോലെ തന്നെ കഴിഞ്ഞ ക്ലാസ്സുകൾ നമ്മൾ സൂചിപ്പിച്ച പോലെ മനുഷ്യൻ്റെ മനസ്സിൽ ഇങ്ങനെ വസ്വാസുകൾ ഉണ്ടാക്കുന്ന തരത്തിൽ ഏലസ്, ഐക്കല്ല്, മന്ത്രിച്ചൂതിയ ചരട്, അതുപോലെ തന്നെ നൂലുകൾ ജപിച്ച് മന്ത്രിച്ച് കെട്ടുകൾ, ഇങ്ങനെ തുടങ്ങിയ നിരവധി കാര്യങ്ങൾ അള്ളാഹു അല്ലാത്തവരിൽ തവക്കുലാക്കാൻ പ്രേരിപ്പിക്കുന്ന തരത്തിലുള്ള കാര്യങ്ങളിലും അവർ വളരെ കണിശത പാലിക്കും. പക്ഷേ അള്ളാഹുവിനോടുള്ള തവക്കുൽ അവർക്ക് യാതൊരു താല്പര്യവുമില്ല, അള്ളാഹുവിലോട്ട് തവക്കുലാക്കുകയുമില്ല. ഇങ്ങനെയാണ് വമാ യുമിനു അക്സറുഹും ബില്ലാഹി ഇല്ലാ വഹും മുശ്രികൂൻ എന്ന് പറയുന്നത്. ഇതുപോലെ തന്നെ പ്രശ്നക്കാരും ഗണിതക്കാരും ഒക്കെ അവരെ സമീപിച്ചുകൊണ്ട് തങ്ങളുടെ കാര്യങ്ങൾ അവരെ ബോധിപ്പിക്കുക, പ്രശ്നപരിഹാരത്തിന് അവരെ സമീപിക്കുക. അതുപോലെ തന്നെ കാര്യസാധ്യങ്ങൾക്കായി മഹാന്മാരുടെ ഖബറുകൾ ചെന്ന് അവരുടെ മക്കാമുകളെ ആശ്രയിക്കുക, അവിടെ പോയി സുജൂദ് ചെയ്യുക, അവിടെ പോയി എത്തിക്കാഫ് ഇരിക്കുക, അവിടെ പോയി ത്വവാഫ് ചെയ്യുക, അവിടെ കിടന്നുകൊണ്ട് കരഞ്ഞ് അവരുടെ എല്ലാ ആഗ്രഹങ്ങളും ഉദ്ദേശങ്ങളും വിഷമങ്ങളും പ്രയാസങ്ങളും ഒക്കെ സമർപ്പിക്കുക. ഇങ്ങനെ നിരവധി ആളുകളെ, വിശ്വാസികൾ എന്ന് പറയുന്നവരെ തന്നെ, അതേ സമയത്ത് അവരുടെ ഷിർക്കിൻ്റെ വകഭേദങ്ങൾ, ഷിർക്കിൻ്റെ പല തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്തുകൊണ്ടാണ് അവർ സത്യവിശ്വാസികളായിത്തീരുന്നത് എന്ന് നാം മനസ്സിലാക്കേണ്ടതുണ്ട്. ഈ വക കാര്യങ്ങളൊക്കെ അള്ളാഹു അല്ലാത്തവരെ രക്ഷാധികാരിയാക്കുമ്പോഴാണ് ഇതൊക്കെ വരിക. അള്ളാഹുവിനെ രക്ഷാധികാരിയാക്കിയാലോ ഈ വക കാര്യം സംഭവിക്കുകയില്ല. അള്ളാഹു രക്ഷകനാണ്, സഹായിയാണ്. ബുദ്ധിമുട്ടുകൾ വന്നാൽ അത് നീക്കം ചെയ്യുന്നവൻ അവനല്ലാതെ മറ്റാർക്കും സാധ്യമല്ല എന്ന് വിശ്വസിക്കുന്ന ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവൻ രക്ഷാധികാരിയായി അള്ളാഹുവിനെ മാത്രമേ വലിയാക്കുകയുള്ളൂ. എന്നാൽ ഇതിന് നേരെ അള്ളാഹു തആല സൂറത്തുൽ അഅറാഫിൽ 3-ാമത്തെ ആയത്തിൽ പറയുന്നത് കാണാം, വലാ തത്തബിഉ മിൻ ദൂനിഹി ഔലിയാ, അള്ളാഹു അല്ലാത്തവരെ നിങ്ങൾ രക്ഷാധികാരികളാക്കി അവരെ പിൻപറ്റരുത്. വീണ്ടും അള്ളാഹു അഅറാഫിൽ 196-ാമത്തെ ആയത്തിൽ പറയുന്നത്, ഇന്ന വലിയല്ലാഹു അല്ലദീ നസ്സലൽ കിതാബ വഹുവ യതവല്ല സ്വാലിഹീൻ, തീർച്ചയായും നബിയെ പറയുക, ഇന്ന വലിയല്ലാഹ്, എൻ്റെ രക്ഷാധികാരി അള്ളാഹു ആകുന്നു, അല്ലദീ നസ്സലൽ കിതാബ്, അവനാണ് ഈ വേദഗ്രന്ഥം പരിശുദ്ധ ഖുർആൻ ഇറക്കിയിട്ടുള്ളത്, വഹുവ യതവല്ല സ്വാലിഹീൻ, എന്നെ മാത്രമല്ല മുഅ്മിനീങ്ങളായ ആളുകളുടെയും രക്ഷാധികാരി, സഹായി അള്ളാഹു മാത്രമാകുന്നു. അതുകൊണ്ട് സഹായം ചെയ്യാൻ അർഹൻ ആ രക്ഷാധികാരിയാണ്. അതുകൊണ്ട് അവനിലാണ് നിങ്ങൾ തവക്കുലാക്കേണ്ടത്, അവനെയാണ് നിങ്ങൾ പിൻപറ്റേണ്ടത്. അതുകൊണ്ട് തന്നെ സൂറത്തുൽ അഅറാഫിൽ തുടർന്നുകൊണ്ട് 197-ാമത്തെ ആയത്തിൽ പറയുന്നത്, വല്ലദീന തദ്ഉന മിൻ ദൂനിഹി ലാ യസ്തതിഊന നസ്റകും വലാ അൻഫുസഹും യൻസുറൂൻ. എന്നാൽ രക്ഷാധികാരി എന്ന് അള്ളാഹുവിനെ കുറിച്ച് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം, അതിൻ്റെ നേരെ വിപരീതമായ അള്ളാഹു അല്ലാത്തവരെ രക്ഷാധികാരികളാക്കിയാൽ അവർ നിങ്ങളെ സഹായിക്കുമെന്നാണോ? പ്രയാസങ്ങൾ ദൂരീകരിക്കാൻ അവർ മുന്നിൽ നിൽക്കുമെന്നാണോ? ഒരു ഗുണം നിങ്ങൾക്കുണ്ട്, ഖൈർ നിങ്ങൾക്ക് വരുത്തി വെക്കാൻ അവർക്ക് സാധിക്കുമെന്നാണോ? അല്ല, ഒരിക്കലുമല്ല. അള്ളാഹു ഇക്കാര്യം വളരെ കൃത്യമായി പറയുന്നു, വല്ലദീന തദ്ഉന മിൻ ദൂനിഹി, അവനല്ലാത്തവരെ വിളിച്ചു പ്രാർത്ഥിക്കുന്നവരെല്ലാം ആരൊക്കെയുണ്ടോ അവരെല്ലാം, മിൻ ദൂനിഹി, അല്ലാത്ത എല്ലാം പെട്ട് എന്താണ്, ലാ യസ്തതിഊന നസ്റകും, നിങ്ങളെ സഹായിക്കാൻ അവർക്ക് സാധ്യമല്ല, കഴിയുകയില്ല. വലാ അൻഫുസഹും യൻസുറൂൻ, അവരെ തന്നെ സഹായിക്കാനും കഴിയുകയില്ല. തങ്ങൾക്ക് ആവശ്യമുള്ള സഹായം അവരുടെ കാര്യത്തിൽ പോലും ചെയ്യാൻ സാധിക്കാതെ മറ്റുള്ള ആളുകൾക്ക് എങ്ങനെയാണ് സഹായം ചെയ്തു കൊടുക്കുക? ഇതാണ് അള്ളാഹു ചോദിക്കുന്ന ചോദ്യം. അതുകൊണ്ട് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് നേരിട്ട് പറയാൻ വേണ്ടി അള്ളാഹു കൽപ്പിക്കുന്നത് നോക്കൂ. സൂറത്തുൽ അഅറാഫിലെ 188-ാമത്തെ ആയത്തിൽ കാണാം, ഖുൽ ലാ അംലികു ലിനഫ്സി നഫ്അൻ വലാ ദർറൻ ഇല്ലാ മാ ഷാ അല്ലാഹ്, എനിക്ക് എൻ്റെ സ്വന്തം കാര്യത്തിൽ തന്നെ ഏതെങ്കിലും തരത്തിലുള്ള ഉപകാരമോ
ഏതെങ്കിലും തരത്തിലുള്ള ഉപദ്രവമോ വരുത്തിവെക്കാൻ എനിക്ക് എൻ്റെ കാര്യത്തിൽ പോലും എനിക്ക് സാധ്യമല്ല. എനിക്ക് എൻ്റെ നിയന്ത്രണത്തിലല്ല ഈ വക കാര്യങ്ങളൊന്നും. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് മാലോകരോട് പറയാൻ കൽപ്പിക്കുകയാണ്. ഇല്ലാ മാഷാ അള്ളാഹ്, എന്നാൽ അള്ളാഹു ഉദ്ദേശിച്ച ചില കാര്യങ്ങൾ അവൻ ചെയ്തു തന്നിട്ടുണ്ട്, അതൊഴിച്ച്. വലൗ കുന്തു അഅലമുൽ ഗൈബ് എന്നിട്ട് പറയുന്നത്, ഞാൻ വല്ല ഉപകാരോപദ്രവമൊക്കെ ചെയ്യണമെങ്കിൽ എനിക്ക് ഗൈബ് അറിയണ്ടേ? ഞാൻ ഗൈബ് അറിഞ്ഞാലല്ലേ നിങ്ങൾക്ക് അത് ചെയ്തു തരാൻ പറ്റുള്ളൂ. അതുകൊണ്ട് അള്ളാഹു പറയുന്നത്, നബിയെ തങ്ങൾ പറയുക, വലൗ കുന്തു അഅലമുൽ ഗൈബ, ഗൈബ് അദൃശ്യകാര്യങ്ങൾ എനിക്ക് അറിയാമായിരുന്നുവെങ്കിൽ ലസ്തക്സർതു മിനൽ ഖൈർ, ഖൈറായ കാര്യങ്ങൾ ഞാൻ വർദ്ധിപ്പിക്കുമായിരുന്നു. എത്രയോ നല്ല കാര്യങ്ങൾ എനിക്ക് ചെയ്യാൻ പറ്റുമായിരുന്നു. ഗൈബായ കാര്യങ്ങൾ എനിക്ക് അള്ളാഹു അറിയിച്ചു എന്നതൊഴിച്ച്, അതായത് എൻ്റെ നുബുവത്തിനെയും റിസാലത്തിനും അനുഗുണമായി എനിക്ക് അള്ളാഹുവിൽ നിന്ന് കിട്ടിയ ദിവ്യബോധനം ജനങ്ങൾക്ക് പറഞ്ഞു കൊടുക്കുമ്പോൾ അത് സത്യസന്ധമാണ്, ഇത് കളവല്ല, അള്ളാഹുവിൽ നിന്ന് ജിബ്രീൽ മുഖേന ലഭിച്ചതാണ് എന്ന് ജനങ്ങളെ ബോധ്യപ്പെടുത്താൻ വേണ്ടി അല്ലാതെ ഒരൊറ്റ ഗൈബിയായ കാര്യങ്ങളും എനിക്കറിയുകയില്ല, ജിബ്രീൽ പറഞ്ഞു തരുന്ന അള്ളാഹുവിൽ നിന്ന് ഇറക്കുന്ന ആ കാര്യങ്ങൾ ഒഴിച്ച്. അതുകൊണ്ട് ഞാൻ എൻ്റെ സ്വന്തം കാര്യത്തിന് പോലും ഒരു ഉപകാരമോ ഉപദ്രവമോ ചെയ്യാൻ എനിക്ക് സാധിക്കുകയില്ല, എൻ്റെ നിയന്ത്രണത്തിലുമല്ല. ഒമാ മസ്സനിയസു, യാതൊരു തരത്തിലുള്ള കഷ്ടമോ നഷ്ടമോ എനിക്ക് സംഭവിക്കുകയില്ലായിരുന്നു, ഒരു നാശവും എനിക്ക് അനുഭവപ്പെടുകയില്ലായിരുന്നു. ഇൻ അന ഇല്ലാ നദീറും മുബീൻ, എൻ്റെ ജോലി അള്ളാഹുവിനനുസരിക്കുന്ന ആളുകൾക്ക് സ്വർഗമുണ്ട് എന്ന് സന്തോഷ വാർത്ത അറിയിക്കാനും, അള്ളാഹുവിൻ്റെ കൽപ്പന ധിക്കരിച്ച് ജീവിക്കുന്ന മുശ്രിക്കായ കുഫാറുകളായ ആളുകൾക്ക് കഠിനമായ ശിക്ഷയും നരകവുമുണ്ട് എന്ന് മുന്നറിയിപ്പ് നൽകുകയും ചെയ്യുക, ഈ ജോലി മാത്രമാണ്. ആർക്കാണ് ഇതൊക്കെ ചെയ്യുന്നത്? ലിഖൗമിൻ യുഅ്മിനൂൻ, വിശ്വാസികളായ ജനതയ്ക്ക് വേണ്ടിയാണ് ഞാനിതൊക്കെ ചെയ്തു കൊടുക്കുന്നത്. അല്ലാതെ എൻ്റെ പണി ആളുകൾക്ക് എന്തെങ്കിലും ഉപദ്രവം ഉണ്ടാക്കുന്ന ജോലിയോ, വല്ലവർക്കും വല്ല ആഗ്രഹ സഫലീകരണം നടത്തി കൊടുക്കാനോ, അല്ലെങ്കിൽ വല്ലവരുടെയും മരണപ്പെട്ട ആളുകൾ അടുത്തു പോയിക്കൊണ്ട് വല്ലവർക്കും വേണ്ടി ഞാൻ അവരുദ്ദേശിക്കുന്ന കാര്യങ്ങളൊക്കെ നേടിക്കൊടുക്കുവാനോ ശുപാർശകനായോ ഇതൊന്നുമല്ല എന്നെ നിയോഗിക്കപ്പെട്ടിട്ടുള്ളത് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് കൽപ്പിക്കുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് ഈ വിഷയത്തിൽ വളരെ കൃത്യതയും വളരെ ക്ലിപ്തവുമായി അള്ളാഹു വ്യക്തമാക്കിയിട്ടുള്ളത്, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയാണല്ലോ അള്ളാഹുവിനോട് ഏറ്റവും അടുത്ത ആൾ, അള്ളാഹുവിനെ ഏറ്റവും നന്നായി അറിയുന്ന, അള്ളാഹുവിനെ ഏറ്റവും ഭയപ്പെടുന്ന, അള്ളാഹുവിനെ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്ന ഏറ്റവും വലിയ വലിയ ആരാ? മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അള്ളാഹുവിൻ്റെ ആ വലിയാണ്, ആ പ്രവാചകനാണ് ഈ പറയുന്നത്, എനിക്ക് യാതൊരു തരത്തിലും ഗൈബ് അറിയുകയില്ല, എനിക്ക് യാതൊരു തരത്തിലും ഉപകാരം ചെയ്തു തരാൻ കഴിയുകയില്ല, ഞാൻ ഒരിക്കലും എൻ്റെ സ്വന്തം നിലക്ക് മറ്റുള്ളവർക്ക് വേണ്ടി എന്തെങ്കിലും ഉപകാരമോ മറ്റുള്ളവർക്ക് എന്തെങ്കിലും ഉപദ്രവമോ വരുത്തി വെക്കാൻ എനിക്ക് സാധിക്കുകയില്ല. അതുകൊണ്ട് തന്നെ ഞാൻ നേരത്തെ സൂറത്ത് യൂസുഫിലെ ആയത്ത് ഓതി വെച്ചത്, അധികം ആളുകളും അവരുടെ ജീവിതം പരിശോധിച്ചാൽ, അവരുടെ കർമ്മങ്ങളും അവരുടെ വിശ്വാസവും പരിശോധിച്ചാൽ ഏതെങ്കിലും തരത്തിലുള്ള വിശ്വാസ ജീർണത അല്ലെങ്കിൽ ഷിർക്കിൻ്റെ ഏതെങ്കിലും അംശങ്ങൾ ഉള്ളതായി നമുക്ക് കാണാൻ കഴിയും. ഒരുപക്ഷെ അയാൾ ഞാൻ ഷിർക്ക് ചെയ്യുന്നില്ല, ഞാൻ മുശ്രിക്കല്ല എന്ന് അവകാശപ്പെട്ടേക്കാം. കാരണം ആളുകളുടെ അവകാശവാദം കൊണ്ടല്ല ഒരാൾ മൂമിനാണോ മുശ്രിക്കാണോ എന്ന് തീരുമാനിക്കുന്നത്. അള്ളാഹു പറഞ്ഞതാണ് ഏറ്റവും സത്യം. വമൻ അസ്തഖു മിനല്ലാഹി ഖീല, അള്ളാഹുവിൻ്റെ വാക്കിനേക്കാൾ സത്യസന്ധമായ വാക്ക് വേറെ ഏതാണുള്ളത്? മറ്റൊരു വാക്കിനും അള്ളാഹു അറിയിച്ചു കൊടുക്കുന്നതാണ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക്. ആ പ്രവാചകൻ പറയുന്നതെല്ലാം 100% സത്യമാണ്. കാരണം അത് അള്ളാഹുവിൽ നിന്ന് ലഭിച്ചതാണ്. വലൗ കാന മിൻ ഇൻദി ഗൈരില്ലാഹ് ലവജദൂ ഫീഹി ഇഖ്തിലാഫൻ കസീറ. അള്ളാഹു പറയുന്നത്, അള്ളാഹുവിൽ നിന്നല്ലാതെ മറ്റേതെങ്കിലും സോഴ്സിൽ നിന്നാണ് ഞാൻ ഈ കാര്യങ്ങൾ പറയുന്നതെങ്കിൽ, അതായത് എൻ്റെ സ്വന്തം നിലക്കാണ് പറയുന്നത്, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ജനവിഭാഗത്തിലെ പണ്ഡിതന്മാരോ അല്ലെങ്കിൽ അവരുടെ പുരോഹിതന്മാരോ അവർ പറയുന്നത് അനുസരിച്ചാണ് ഞാൻ പറയുന്നതെങ്കിൽ ലവജദൂ ഫീഹി ഇഖ്തിലാഫൻ കസീറ, അതിൽ ധാരാളം അഭിപ്രായ വ്യത്യാസങ്ങൾ ഉള്ളതായി നിനക്ക് കാണാം. പക്ഷേ അള്ളാഹുവിൻ്റെ കലാമായതുകൊണ്ട്, അള്ളാഹുവിൻ്റെ കൽപ്പനയായതുകൊണ്ട് അതിൽ യാതൊരു നിരക്കുമുള്ള എന്തില്ല, അഭിപ്രായ വ്യത്യാസവുമില്ല, ഭിന്നതയില്ല, യാതൊരു കോൺട്രഡിക്ഷനുമില്ല, എല്ലാം സത്യസന്ധമാണ്. എന്തെങ്കിലും കാര്യം
നമുക്കങ്ങനെ അള്ളാഹു ആ പറഞ്ഞത് ഇങ്ങനെയല്ലല്ലോ, ഈ പറഞ്ഞത് ഇങ്ങനെയല്ലല്ലോ എന്ന് വസ്വാസിന്റെ ഭാഗമായി നമ്മുടെ മനസ്സുകളിൽ അങ്ങനെ വരുന്നുണ്ടെങ്കിൽ ഉടനെ അള്ളാഹുവിലേക്ക് ഖേദിച്ചു മടങ്ങണം, ഇസ്തിഗ്ഫാർ ചെയ്യണം, അള്ളാഹുവിലേക്ക് തൗബ ചെയ്ത് മടങ്ങേണ്ടതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത് ഈ പൂർവികരായ ആളുകളുടെ വിശ്വാസവും അവരുടെ ശിർക്കും അവരുടെ വിദ്യാത്തുകളും അവരുടെ ദുർമാർഗങ്ങളും ഒക്കെ നിങ്ങളിൽ ഉണ്ടാവുകയില്ല എന്ന് നിങ്ങൾക്ക് വല്ല ഗ്യാരണ്ടിയുമുണ്ടോ? നിങ്ങളെ ഉമ്മത്തെ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം മൂമിനീങ്ങളാണ് എന്ന് അവകാശപ്പെടുന്നുണ്ട്, പക്ഷേ നിങ്ങളിൽ ശിർക്ക് കയറുകയില്ല എന്ന് വല്ല ഗ്യാരണ്ടിയുമുണ്ടോ? വെല്ലുവിളിക്കുകയാണ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അബൂ സഈദ് അൽ ഖുദ്രി റളിയല്ലാഹു അൻഹുവിന്റെ ഹദീസ് മുത്തഫഖുൻ അലൈഹിയാണ്, ബുഖാരി മുസ്ലിമും. അബൂ സഈദ് അൽ ഖുദ്രി റളിയല്ലാഹു അൻഹു പറയുകയാണ്, അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖാൽ, അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. എന്താ പറഞ്ഞത്? ലതത്തബിഉന്ന സനന മൻ കാന ഖബ്ലകും, നിങ്ങളുടെ പൂർവികരായ ജനതകളുടെ ചര്യകൾ നിങ്ങൾ പിൻപറ്റുക തന്നെ ചെയ്യും. എത്രത്തോളം? ഷിബ്റൻ ബിഷിബ്ർ, ഞാണിന് ഞാൻ, ദിറാഅൻ ബിദിറാ, മുഴത്തിന് മുഴം, ഹത്താ ലൗ സലകൂ ജുഹറ റബ്ബിൽ ലസലക്തുമു, അവരുടെ കാലത്ത് ഏതെങ്കിലും ഒരു ഉടുമ്പ് ആ ഉടുമ്പ് അതിൻ്റെ മാളത്തിലേക്ക് പോകുന്നത് കണ്ടാൽ അവിടെയൊന്ന് അവർ തലയിട്ട് നോക്കും, അത് മാളത്തിൽ വല്ല രോമമുണ്ടോ അല്ലെങ്കിൽ അവിടെ ഉടുമ്പുണ്ടോ എന്ന് അവർ നോക്കിയിട്ടുണ്ടെങ്കിൽ നിങ്ങളും അതേമാതിരി അങ്ങനെ ഒന്ന് പോയി ചെന്ന് നോക്കും. എത്രത്തോളം! ഇതെല്ലാം പറഞ്ഞപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സഹാബത്തിന് സംശയം, അള്ളാഹിന്റെ റസൂലെ, ഞങ്ങൾ താങ്കളെയാണല്ലോ പിൻപറ്റുന്നത്, അള്ളാഹുവിനെയാണല്ലോ ഞങ്ങൾ പിൻപറ്റുന്നത്, അള്ളാഹുവിന്റെ റസൂലിനെയാണല്ലോ ഞങ്ങൾ പിൻപറ്റുന്നത്, പിന്നെ ഞങ്ങൾ എങ്ങനെ പൂർവിക ജനതയെ പിൻപറ്റും? തങ്ങളുടേത് അവസാനത്തെ വേദഗ്രന്ഥമായ ഖുർആനാണല്ലോ, തൗറാത്തും ഇഞ്ചീലും സബൂറും ഒക്കെ മാറ്റിമറിക്കപ്പെട്ടു എന്നാണല്ലോ വെപ്പ്. അതിൽ പറഞ്ഞതൊക്കെ ജനങ്ങൾ കൃത്രിമമായി കൊണ്ട് എഴുതിയുണ്ടാക്കിയെന്നാണല്ലോ പറയുന്നത്. അതുകൊണ്ട് അള്ളാഹുവിൻ്റെ റസൂലെ, ഞങ്ങൾ എങ്ങനെയാണ് പൂർവിക ജനതയെ പിൻപറ്റുക? സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് സഹാബത്ത് ചോദിക്കുകയാണ്, നിങ്ങൾ യഹൂദികളെയും ക്രിസ്ത്യാനികളെയും ജൂതരെയും പറ്റിയാണോ താങ്കൾ ഈ പരാമർശിക്കുന്നത് അള്ളാഹുവിൻ്റെ റസൂലെ? അപ്പം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നു, അവമൻ, അവരല്ലാതെ വേറെ ആരാ? അപ്പോൾ സത്യവിശ്വാസികളെ കുറിച്ചാണ് ഈ പറയുന്നത്. ജൂതരും ക്രിസ്ത്യാനികളും പിൻപറ്റിയിട്ടുള്ള ആ പ്രവർത്തനങ്ങളെ പോലും നിങ്ങൾ പിൻപറ്റുക തന്നെ ചെയ്യും. അതുകൊണ്ടാണ് സൂറത്തുൽ ഫാത്തിഹയിൽ നിർബന്ധമായി അല്ലാഹു സുബ്ഹാനഹു വ തആല കൽപ്പിച്ചത് 17 തവണ ഫർള് നമസ്കാരങ്ങളിൽ, പിന്നെ സുന്നത്ത് നമസ്കാരങ്ങൾ വേറെയും, ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ കഴിഞ്ഞിട്ട് അള്ളാഹുവിനോടുള്ള ദൃഢപ്രതിജ്ഞ എടുത്തതിന് ശേഷം പ്രാർത്ഥനയാണ്. എന്താ പ്രാർത്ഥന? ഇഹ്ദിനസ് സിറാത്തുൽ മുസ്തഖീം സിറാത്തുൽ ലദീന അൻഅംത അലൈഹിം ഗൈറിൽ മഗ്ദൂബി അലൈഹിം വലദ്ദാല്ലീൻ. അള്ളാഹു അനുഗ്രഹീതരായ ആളുകൾ, അനുഗ്രഹിച്ച ആളുകളുടെ വഴിയിൽ ഞങ്ങളെ നീ ചേർക്കണമേ. അനുഗ്രഹിച്ച ആളുകളുടെ വഴി അള്ളാഹു പരിചയപ്പെടുത്തിയിട്ടുണ്ട്. ഉലൈകല്ലദീന അൻഅമല്ലാഹു അലൈഹിം മിനൻ നബിയ്യീൻ വസ്സിദ്ദീഖീൻ വശുഹദാഇ വസ്സാലിഹീൻ വഹസന ഉലൈക റഫീഖ. സിദ്ദീഖീങ്ങളാണ്, നബിമാരാണ്, സിദ്ദീഖീങ്ങളാണ്, ശുഹദാക്കളാണ്, സാലിഹീങ്ങളാണ്. ഇവരൊക്കെ പിൻപറ്റിയ പാത ഏതാണോ, മാർഗം ഏതാണോ, ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ മാർഗമാണ്. ആ മാർഗത്തിലാണ് ഞങ്ങളെ ചേർക്കേണ്ടത്. പിന്നെന്തല്ല, ഗൈറിൽ മഗ്ദൂബി അലൈഹിം, നിന്റെ ക്രോധത്തിന്, നിന്റെ ദേഷ്യത്തിന് പാത്രീഭൂതരായിട്ടുള്ള ആളുകളുടെ പാതയിലേക്കല്ല, അഥവാ യഹൂദരുടെ പാതയല്ല. വലദ്ദാല്ലീൻ, ദുർമാർഗത്തിൽ അകപ്പെട്ടുപോയ വീണുപോയ നസാറാക്കളുടെയും വഴിയല്ല. അപ്പൊ ഇത് രണ്ടു കൂട്ടരുടെയും വഴിയിൽ നിന്ന് ഞങ്ങളെ നീ മോചിപ്പിക്കണേ, ആ വഴിയിലേക്ക് ഞങ്ങൾ നീ കൊണ്ടുപോകല്ലേ. ഞങ്ങൾക്ക് യഥാർത്ഥ അള്ളാഹു അനുഗ്രഹിച്ച ആളുകളുടെ വഴി മാത്രമേ കാണിച്ചു തരാവൂ എന്ന് 17 തവണ നിർബന്ധമായിക്കൊണ്ട് അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുന്ന സത്യവിശ്വാസിയെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉണർത്തുകയാണ്. അതേ, ആ യഹൂദികളുടെയും ആ ക്രിസ്ത്യാനികളുടെയും പാത നിങ്ങൾ പിൻപറ്റുക തന്നെ ചെയ്യും. അതാണ് സൂറത്തുൽ യൂസുഫിൽ നേരത്തെ സൂചിപ്പിച്ചത്, പറഞ്ഞത് വമാ യുഅ്മിനു അക്സറുഹും ബില്ലാഹി ഇല്ലാ വഹും
മുശ്രിക്കൂൻ. ശിർക്ക് ചെയ്തുകൊണ്ടല്ലാതെ നിങ്ങളിൽ ആരും തന്നെ, നിങ്ങളിൽ അധികം ആളുകളും വിശ്വസിക്കുന്നില്ല. അപ്പോൾ ഇക്കാര്യം വളരെ ഗൗരവമായിക്കൊണ്ട് നമ്മൾ എടുക്കേണ്ടതുണ്ട്. ഇതുപോലെ തന്നെ ശിർക്കിലേക്ക് വഴുതി വീഴുന്ന പല കാര്യങ്ങളും നമ്മൾ ചെയ്തുകൊണ്ടിരിക്കും. കുറെ ഞാൻ നേരത്തെ സൂചിപ്പിച്ചു, അള്ളാഹു അല്ലാത്തവർക്ക് വേണ്ടി നേർച്ച നേരുക, ഇത് ശിർക്കിലേക്ക് പോകുന്ന മറ്റൊന്നാണ്. അതുപോലെ തന്നെ പണ്ഡിത പുരോഹിതന്മാരുടെയും നിയമങ്ങളെ, അവരുണ്ടാക്കുന്ന നിയമങ്ങൾ അവരെഴുതിയുണ്ടാക്കിയിട്ട് ഇത് അള്ള പറഞ്ഞു, ഇത് റസൂൽ പറഞ്ഞു, ഇത് ആ ഹോജ പറഞ്ഞു, ഈ പണ്ഡിതൻ പറഞ്ഞു, ആ ഇമാമ് പറഞ്ഞു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പരിശുദ്ധ ഖുർആനും സുന്നത്തിനും എതിരെ എഴുതി വെക്കപ്പെടുന്ന വാറോലകളിൽ കാണുന്നത് വിശ്വസിച്ചു കൊണ്ടുപോകുന്ന ആളുകളെ അവർ ശിർക്കിലേക്കാണ് പോകുന്നത് എന്ന് നാം മനസ്സിലാക്കേണ്ടതുണ്ട്. അതുപോലെ തന്നെ പുണ്യാത്മാക്കളെ വിളിച്ചു പ്രാർത്ഥിക്കുക. അള്ളാഹുവിനെ വിളിച്ച് പ്രാർത്ഥിക്കേണ്ടിടത്ത് മക്കയിലെ മുശ്രിക്കുകൾ വരെ പ്രയാസങ്ങളുണ്ടായപ്പോൾ, അവർ കപ്പലിൽ യാത്ര ചെയ്തപ്പോൾ കടലിൽ വെച്ചുകൊണ്ട് കടൽ ക്ഷോഭിച്ചു, കൊടുങ്കാറ്റടിച്ചു, രക്ഷപ്പെടാൻ യാതൊരു വഴിയുമില്ല, മാർഗവുമില്ല, ഇവിടെ കപ്പൽ മുങ്ങിപ്പോകുകയല്ലാതെ യാതൊരു നിവൃത്തിയുമില്ല എന്ന് പറഞ്ഞപ്പോൾ കപ്പിത്താൻ എഴുന്നേറ്റ് നിന്നുകൊണ്ട് പറയുന്നത്, നിങ്ങളിനി ആ രക്ഷിതാവിനെ റബ്ബുൽ ആലമീനെ വിളിച്ചു പ്രാർത്ഥിച്ചോളൂ, ഇതല്ലാതെ വേറെ വഴിയില്ല. ഇക്രിമത്തടക്കമുണ്ട് ആ കപ്പലിൽ. അബൂജഹലിന്റെ മകൻ മക്ക ഫതഹായപ്പോൾ അവിടെ നിന്ന് ഓടി രക്ഷപ്പെട്ടതാണ്. അവിടെ വെച്ചുകൊണ്ടാണ് ഇവരോടൊക്കെ പറയുന്നത്, വിളിച്ചോ ആകാശത്തിലുള്ളവനെ എന്ന് പറഞ്ഞപ്പോഴാണ് മക്കയിലെ മുശ്രിക്കുകളായ ഓടി രക്ഷപ്പെട്ടവർ പറയുന്നത്, ഇങ്ങനെ ആയിരുന്നെങ്കിൽ ഞങ്ങൾ അവിടുന്ന് മക്കത്തെ മുഹമ്മദും അത് തന്നെയല്ലേ പറഞ്ഞിരുന്നത്, ആകാശത്തിലുള്ളവനാണ് ഖാലിഖും റാസിഖും, അവനാണ് നാഫിഉം ദാറും, അവൻ മാത്രമേ ഉപകാരം ചെയ്യാനും ഉപദ്രവം നീക്കിക്കളയാനും കഴിയുകയുള്ളൂ എന്ന് പറഞ്ഞവൻ. അങ്ങനെ ഒരു ഇലാഹിനെ വിളിച്ച് പ്രാർത്ഥിച്ചാൽ ഈ ദുരിതത്തിൽ നിന്ന് രക്ഷപ്പെടാമെങ്കിൽ ഞങ്ങളിതാ തിരിച്ചുവിടൂ, ഞങ്ങളെ തിരിച്ചു കൊണ്ടുപോകൂ, ആ മുഹമ്മദിൻ്റെ ലോകരക്ഷിതാവായ നാഥനിൽ ഞങ്ങൾ വിശ്വസിക്കാൻ പോവുകയാണ് എന്ന് പറഞ്ഞുകൊണ്ട് മക്കയിലെ മുശ്രിക്കുകൾ വരെ അപകടപ്പെട്ട സമയത്ത് അള്ളാഹുവിനോട് പ്രാർത്ഥിക്കാനും അള്ളാഹുവിൽ വിശ്വസിക്കാനും തയ്യാറായിട്ടുണ്ടെങ്കിൽ നമ്മുടെ ആളുകൾ എങ്ങോട്ടാ പോകുന്നത്? പുണ്യാത്മാക്കളെ തെരഞ്ഞാണ്, അവരുടെ കബറിടങ്ങളിൽ തെരഞ്ഞാണ്, അവർക്കെടുക്കുന്ന ഔലിയാക്കന്മാരാണ്, അവർക്ക് കറാമത്തുണ്ട്, അവർക്ക് ഇപ്പോഴൊക്കെ ജീവിച്ചിരിപ്പുണ്ട്, നിയന്ത്രിച്ചു കൊണ്ടിരിക്കുകയാണ്, മറ്റെന്തൊക്കെ അവകാശവാദങ്ങൾ പറഞ്ഞ് കളവായി യാതൊരു തെളിവുമില്ല, അള്ളാഹുവിൽ നിന്ന് യാതൊരു തരത്തിലുമുള്ള തെളിവുമില്ലാതെ അവർ പ്രചരിപ്പിക്കുകയാണ്. അപ്പോൾ പുണ്യാത്മാക്കളെ വിളിച്ചുകൊണ്ടുള്ള പ്രാർത്ഥന, ഇതുപോലെ തന്നെ നേരത്തെ ഞാൻ സൂചിപ്പിച്ചു, മന്ത്രവാദങ്ങളും മുറുക്കും അതുപോലെ കവചാദികളും എല്ലാം ഉപയോഗിക്കുക. ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ട് അള്ളാഹുവിനെ തൃപ്തിപ്പെടുത്തുക അല്ലെങ്കിൽ പ്രീതിപ്പെടുത്തുക എന്ന ഉദ്ദേശത്തിൽ അള്ളാഹു അല്ലാത്തവരെ കൂട്ടിച്ചേർത്ത് ശിർക്ക് വെക്കുക. അപ്പം ഈ വക കാര്യങ്ങളൊക്കെ വളരെ കണിശമായിക്കൊണ്ട് പരിശുദ്ധ ഖുർആൻ നമ്മോട് പറഞ്ഞിട്ടുണ്ട്. ഈ മുസ്ലിമീങ്ങളിൽ അല്ലെങ്കിൽ മൂമിനീങ്ങളിൽ ശിർക്ക് വരികയില്ല എന്ന ഒരു വാദമാണ് ഇവർ ഉയർത്തിപ്പിടിക്കുന്നത്. മൂമിനായാൽ പിന്നെ ശിർക്കുണ്ടാവില്ല, പിന്നെ മൂമിന് ഇഷ്ടമുള്ളതൊക്കെ ചെയ്യാം, അല്ലാത്തവരെ വിളിച്ച് പ്രാർത്ഥിക്കുക, മഖബറയിൽ കിടക്കുന്നവരോട്, അവിടെ ഔലിയാക്കന്മാരാണ്, അവരോട് വിളിക്കാം, പ്രാർത്ഥിക്കാം, അല്ലെങ്കിൽ എവിടെ കിടക്കുന്ന ഗായിബായവരൊക്കെ വിളിച്ചാൽ ആ പ്രാർത്ഥനയ്ക്ക് അവർ ഉത്തരം ചെയ്യും. ഇതൊക്കെ പ്രാർത്ഥിക്കുമ്പോഴും അള്ളാഹു അല്ലാത്തവരോട് സഹായം തേടുമ്പോഴും ഇതൊന്നും ശിർക്കല്ല, ഇതൊന്നും അള്ളയാണ്, അള്ളാഹുവിനോട് കൂടെ പങ്കുകാരനെ ചേർക്കുകയാണ് എന്ന വിശ്വാസത്തിലല്ല എന്നാണ് ഇവരൊക്കെയും അവകാശവാദം പറയുന്നത്. യഥാർത്ഥത്തിൽ അത് ശരിയാണോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജീവിച്ചിരിക്കുമ്പോൾ തന്നെ സഹാബത്തിന് ഒന്നും രണ്ടും ആളുകൾക്കല്ല, ഒരുപാട് ആളുകൾക്ക് ശിർക്ക് വന്നിട്ടുണ്ട്. ആ ശിർക്കിനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരിൽ നിന്ന് ശിർക്കിനെ ദൂരീകരിക്കാനുള്ള ആ ശദ്ദുദ്ദറായ എല്ലാ പഴുതുകളും അവരുടെ മുന്നിൽ അടച്ചു കളഞ്ഞു. എത്രയോ സംഭവങ്ങൾ നമുക്ക് വിവരിക്കാൻ കഴിയും. നോക്കൂ നിങ്ങൾ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്ത് ഹുനൈൻ യുദ്ധത്തിലേക്ക് പുറപ്പെടുകയാണ്. ഹുനൈൻ യുദ്ധം വരുന്നത് എപ്പോഴാണ്? മക്ക ഫതഹിന്റെ ഉടനെയാണ്. അടുത്ത ഘട്ടം മക്ക ഫതഹിൽ വെച്ച് ഇദാ ജാഅ നസ്റുല്ലാഹി വൽ ഫത്ഹു വറഅയ്ത അന്നാസ യദ്ഖുലൂന ഫീ ദീനില്ലാഹി അഫ്വാജ. കൂട്ടമായി കൊണ്ടാണ് ഇസ്ലാമിലേക്ക് ആളുകൾ വന്നത് മക്ക ഫതഹോടുകൂടി. അങ്ങനെ ഇസ്ലാമിലേക്ക് വന്ന സഹാബത്ത്, ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹി എന്ന് പ്രഖ്യാപിച്ചവർ ഹുനൈൻ യുദ്ധത്തിലേക്ക് പുറപ്പെടുകയാണ്. കാരണം അവരിപ്പോൾ അടുത്ത് ഇസ്ലാമായിട്ടുള്ളൂ. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് ഷഹാദത്ത് എടുത്ത ആളുകളാണ്, സഹാബത്താണ്. ഈമാൻ അവർക്ക് ഹൃദയത്തിൽ കയറുന്നേ ഉള്ളൂ. പക്ഷേ എന്ത് സംഭവിച്ചു?
ഹുനൈൻ യുദ്ധത്തിലേക്ക് പോകുമ്പോൾ അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഉണർത്തുകയാണ്. അബൂ വാഫിദ് ലൈസി റളിയല്ലാഹു അൻഹു നിവേദനം ചെയ്ത ഹദീസിൽ കാണാം, ഞങ്ങൾ അള്ളാഹുവിന്റെ റസൂലിന്റെ കൂടെ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഹുനൈൻ യുദ്ധത്തിലേക്ക് പുറപ്പെട്ടു. അങ്ങനെ ഒരു സ്ഥലത്തെത്തിയപ്പോൾ ഒരു മരം കണ്ടു. ആ മരം പഴയ കാലത്ത് ഞങ്ങളൊക്കെയും ഷിർക്കിന്റെ ആളുകളായിരുന്നപ്പോൾ, സഹാബത്ത് പറയാണ്, ഞങ്ങളൊക്കെ ഷിർക്കിന്റെ ആളുകളായിരുന്നപ്പോൾ നിങ്ങൾക്കെതിരെ യുദ്ധം ചെയ്യേണ്ട സമയം വരുന്ന സമയത്ത് ഞങ്ങളുടെ വാളുകൾ കൊണ്ടുപോയി തൂക്കിയിടുന്നത് ഈ മരക്കൊമ്പിലായിരുന്നു. അങ്ങനെ ഈ മരത്തിനോട് ഞങ്ങൾ തബറുക്കെടുക്കുമായിരുന്നു, ബർക്കത്തെടുക്കുമായിരുന്നു. ലാത്തയെയും മുസയും ഒക്കെ വിളിക്കുമ്പോൾ തന്നെ ഈ വാളുകൾ മരത്തിന്റെ ശിഖരങ്ങളിൽ കൊളുത്തിട്ടാൽ ആ വാളുകൊണ്ടാണ് ഞങ്ങൾ നിങ്ങളുടെ സഹാബത്തിനെ ഗളച്ഛേദം ചെയ്തിരുന്നത്, അല്ലെങ്കിൽ അവരെ വധിച്ചിരുന്നത്, യുദ്ധത്തിൽ ഞങ്ങൾ ജയിച്ചിരുന്നത് എന്നൊക്കെ അവകാശപ്പെട്ടു. അതുകൊണ്ട് അള്ളാഹുവിന്റെ റസൂലെ പറഞ്ഞു വരുന്നത് എന്താണ്? അവർക്ക് ദാത്തു അൻവാത്ത് ഉണ്ടായിരുന്നത് പോലെ ഞങ്ങൾക്കും ഇങ്ങനെ വാള് കൊളുത്തിടാൻ ഒരു ദാത്തു അൻവാത്ത് അനുവദിക്കൂ റസൂലേ. അങ്ങനെയുണ്ട്. ആരായി പറയുന്നത്? മക്ക ഫത്തഹിൽ ഇസ്ലാം സ്വീകരിച്ച സഹാബത്താണ്. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇത് കേട്ടപ്പോൾ എന്നാ കൊളുത്തിക്കോളൂ എന്ന് പറഞ്ഞോ? തൽക്കാലം കൊളുത്തിക്കോളൂ, നമ്മൾ ലാ ഇലാഹ ഇല്ലല്ലാഹയിൽ വിശ്വസിക്കുന്നവരാണ്, നമുക്കിവിടെ ശിർക്ക് വരൂല എന്ന് പറഞ്ഞോ? ഒരിക്കലുമില്ല, അവിടെ ശിർക്ക് വരും. ഇത് പറഞ്ഞു കേട്ടപ്പോൾ അള്ളാഹുവിന്റെ റസൂൽ എന്താ പറഞ്ഞത്? അല്ലാഹു അക്ബർ ഇന്നഹസിനൻ. അത് പൂർവകാലഘട്ടത്തിലെ ചില ചര്യകളാണ്, ചിലരുടെ ചില നയനിലപാടുകളാണ്. ഉൽത്തും, അതാണ് നിങ്ങൾ പറഞ്ഞത്. വല്ലദീ നഫ്സു മുഹമ്മദിൻ ബിയദിഹി, മുഹമ്മദിന്റെ ആത്മാവ് ഏതൊരു രക്ഷിതാവിന്റെ നാഥന്റെ കയ്യിലാണോ ആ അള്ളാഹുവിനെ തന്നെയാണ് സത്യം ചെയ്തുകൊണ്ട് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, നിങ്ങൾ ഈ പറഞ്ഞ ഈ വാക്ക് കമാ ഖാലത്തിൽ ബനു ഇസ്രായീൽ മൂസ, ബനു ഇസ്രായീൽ മൂസാ നബിയോട് പറഞ്ഞ വാചകം പോലെയുള്ള ഒരു വാചകമാണ് നിങ്ങളിപ്പോൾ ഈ പറഞ്ഞിട്ടുള്ളത്. അതികഠിനവും കഠോരവുമായ ശിർക്കിലേക്ക് വഴുതി വീഴുന്ന ഏറ്റവും ഗൗരവമേറിയ ഒരു വാക്കാണ് നിങ്ങൾ പറഞ്ഞിട്ടുള്ളത്. എന്താ മൂസയോട് ബനു ഇസ്രായേൽക്കാർ പറഞ്ഞത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഓർമ്മപ്പെടുത്തുകയാണ്, ഇജ്അൽ ലനാ ഇലാഹ, ഞങ്ങൾക്കൊരു ഇലാഹിനെ ആക്കിത്തരൂ മൂസ, കമാ ലഹും ആലിഹ, അവർക്ക് ഇലാഹുള്ളത് പോലെ. ഖിബ്തികൾക്കൊക്കെ ഇലാഹ് ഉണ്ടായിരുന്നു. അതുകൊണ്ട് ബനു ഇസ്രായേൽക്കാർ ഇവരെ അതിജീവിക്കാൻ വേണ്ടി, അല്ലെങ്കിൽ ഫിറഔനിന്റെയും അതുപോലെ തന്നെ സെഹറിന്റെയും ആളുകൾക്ക് ജയമുണ്ടാകാൻ അവർ ഒരു ഇലാഹിനെ നിശ്ചയിച്ചു. ആ ഇലാഹിനെ മൂസക്കെതിരെയാണ് തിരിച്ചുവിട്ടത്. അതുകൊണ്ട് മൂസാ നബി അലൈഹി സ്വലാമിനോട് തന്നിൽ വിശ്വസിച്ച ബനു ഇസ്രായേൽക്കാർ പറഞ്ഞു, അവർക്കൊരു ഇലാഹ് ഉണ്ടാക്കിയതുപോലെ ഞങ്ങൾക്കും ഒരു ഇലാഹ് കൊണ്ടാ എന്ന് പറഞ്ഞപ്പോൾ അള്ളാഹു തആല പറഞ്ഞത് ഇന്നക്കും ഖൗമുൻ തജ്ഹലൂൻ. മൂസയോട് മറുപടി പറയാൻ പറഞ്ഞത്, നിങ്ങൾ ബനു ഇസ്രായേൽ, നിങ്ങൾ വിവരം കെട്ട വിഡ്ഢികളായ ജനതയാണ് എന്ന ആയത്ത് സൂറത്തുൽ അഅറാഫിലെ 138 ആയത്തെടുത്ത് ഉദ്ധരിച്ചുകൊണ്ട് സഹാബത്തിന് മറുപടി കൊടുക്കുകയാണ്. ഇത് നിങ്ങൾ മൂസയോട് ബനു ഇസ്രായേൽക്കാർ പറഞ്ഞതുപോലെ ആയല്ലോ, നിങ്ങൾ ദാത്തു അൻവാത്ത് അവർക്കുള്ളതുപോലെ ഞങ്ങൾക്കും നിയമിച്ചു തരണം, അനുമതി തരണം വാള് കൊളുത്താൻ, എങ്കിലേ ഞങ്ങൾ ഈ വരാൻ പോകുന്ന ഹുനൈൻ യുദ്ധത്തിൽ വിജയിക്കുകയുള്ളൂ എന്ന് പറഞ്ഞ സന്ദർഭം നിങ്ങൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അതുകൊണ്ട് അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇന്നഹാ ലസുനനുൻ ലതർകബുന്ന സുനന മൻ കാന ഖബ്ലകും സുന്നത്തൻ സുന്ന. അതുകൊണ്ട് നിങ്ങൾ ഈ പറഞ്ഞ വർത്താനമുണ്ടല്ലോ അതീവ ഗൗരവമാണ്. ആ ഗൗരവമുള്ള വർത്തമാനം പൂർവകാലത്തെ ജനതയുടെ ചര്യയാണ്. ആ ചര്യയാണ് നിങ്ങൾ പിൻപറ്റുന്നത് കൊണ്ട് സൂക്ഷിച്ചു വേണം ഇത്തരം കാര്യങ്ങളിലേക്ക് നിങ്ങൾ ശിർക്കിലേക്ക് കടക്കരുത്. അപ്പോൾ സകല തരത്തിലുള്ള ചരാചര വസ്തുക്കൾ, ഈ വസ്തുക്കളൊക്കെയും ഇവരുടെ വിശ്വാസത്തിലേക്ക് കൊണ്ടുവരികയാണ്. അഥവാ ഷിർക്കിനോടൊപ്പം ഈമാനോടൊപ്പം ഷിർക്കും ചേർത്ത് വെച്ചുകൊണ്ടുള്ള ഒരു രീതിയിലേക്ക് സഹാബത്തിൽ നിന്ന് ഇസ്ലാം പുതിയതായി ആശ്ലേഷിച്ച സഹാബത്ത് വന്നപ്പോൾ അവരെ ബോധവൽക്കരിക്കുകയാണ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചെയ്തത്. അഥവാ മൂസാ നബിയും ബനു ഇസ്രായേൽക്കാരും തമ്മിൽ നടന്ന സംഭാഷണം പരിശുദ്ധ ഖുർആൻ എടുത്തു പറഞ്ഞത് ആയത്തുദ്ധരിച്ചുകൊണ്ട് അതിന് മറുപടി നൽകുകയാണ് ചെയ്തത്. ഇവിടെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവർ മുഅ്മിനീങ്ങളാണ്, അള്ളാഹുവിലും അന്ത്യനാളിലും
അള്ളാഹുവിൻ്റെ റസൂലിലും കിതാബിലൊക്കെ വിശ്വസിച്ച സഹാബത്താണ്. ആ സഹാബത്തിൽ ശിർക്ക് വരൂല, അതുകൊണ്ട് നിങ്ങൾ വെച്ചോളി എന്ന് പറഞ്ഞതല്ല, വരും. മാത്രമല്ല അവരെ മുന്നറിയിപ്പ് കൊടുക്കുകയാണ്. എന്ത് മുന്നറിയിപ്പ്? അവസാനത്തെ മുന്നറിയിപ്പ്. അതായത് പൂർവികരെ, നമ്മുടെ ഉമ്മത്ത് മുഹമ്മദിൽ സംഭവിച്ച കാര്യമല്ല പറഞ്ഞു കൊടുക്കുന്നത്. മൂസാ നബി അലൈഹി ഇസ്ലാമിൻ്റെ കാലത്ത് അള്ളാഹു വളരെ കർശനമായി കൊണ്ട് നിരോധിക്കുകയും മൂസയോട് അവരെ ഉത്ബോധിപ്പിക്കാൻ വേണ്ടി നിർബന്ധമായി കൽപ്പിക്കുകയും ചെയ്യുന്ന പ്രവാചകന്റെ ഉത്തരവാദിത്തം ഉണ്ടല്ലോ, റെസ്പോൺസിബിലിറ്റി, ഏറ്റവും പ്രഥമവും പ്രധാനവുമായ ഉത്തരവാദിത്തം അള്ളാഹു നൽകുന്ന ഈ ദിവ്യബോധനമാണ്. ആ ദിവ്യബോധനത്തിൽ കൈകടത്തൽ നടത്തിയാൽ മൂസക്ക് സ്വന്തമായിട്ടൊന്നും പറയാൻ കഴിയില്ല, അള്ളാഹു പറഞ്ഞു കൊടുത്തതല്ലാതെ. ആ പറഞ്ഞു കൊടുത്തത് തന്നെയാണ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇനി രണ്ടാമത്തെ സംഭവം നോക്കൂ. നിങ്ങൾക്കറിയാം, പരിശുദ്ധ ഖുർആനിൽ വളരെ കൃത്യമായി പ്രതിപാദിച്ചിട്ടുള്ള സൂറത്തുൽ ഫത്ഹിലെ 10-ാമത്തെയും 18-ാമത്തെയും ആയത്തിൽ വളരെ വ്യക്തമായി പറഞ്ഞിട്ടുള്ളൊരു കാര്യമാണ് ബൈഅത്തുർ റിദ്വാൻ. ഹുദൈബിയയിൽ വെച്ചുകൊണ്ട് 1500ഓളം അല്ലെങ്കിൽ 1400 ചില്ലാനം സഹാബത്ത്, ആ സഹാബത്തുമായി കൊണ്ടുള്ള ഉടമ്പടി ബൈഅത്തുർ റിദ്വാൻ. ആ ബൈഅത്ത് ഒരു മരത്തിൻ്റെ ചോട്ടിൽ വെച്ചായിരുന്നു, തഹ്ത ഷജറ. ആ മരത്തിൻ്റെ ചോട്ടിൽ വെച്ചുകൊണ്ട് എടുത്ത ബൈഅത്ത്. ആ ബൈഅത്ത് കാരണമാണ് പിന്നീട് ഹുദൈബിയയിലേക്ക് പോയപ്പോൾ അവിടെ യുദ്ധം ചെയ്യാനും അങ്ങനെ മുഅ്മിനീങ്ങൾ മുശ്രിക്കുകൾക്കെതിരെ വളരെ ശക്തമായ ആക്രമണം നടത്തി യുദ്ധത്തിൽ വിജയിച്ചു പോന്നു. അവരുടെ ഗനീമത്തുകൾ അവിടെ യഹൂദികളായിരുന്നു പ്രധാനമായി ഉണ്ടായിരുന്നത്. ഹുദൈബിയ അവിടെ വെച്ചുകൊണ്ട് നടന്ന ഈ വളരെ ശക്തമായ ഏറ്റുമുട്ടലിൽ, യുദ്ധത്തിൽ, അതിൻ്റെ മുന്നോടിയായിക്കൊണ്ടായിരുന്നു ഈ ഷജറത്തിൽ വെച്ചുകൊണ്ടുള്ള, മരത്തിൻ്റെ ചോട്ടിൽ വെച്ചുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും സഹാബത്തും നടത്തിയ ബൈഅത്ത്. അവരെപ്പറ്റി അവരെ ശ്ലാഘിച്ചുകൊണ്ട്, ആ ബൈഅത്തിൽ പങ്കെടുത്ത ആളുകൾക്ക് സ്വർഗം വാഗ്ദാനം ചെയ്തുകൊണ്ട്, അവരെ അള്ളാഹു തൃപ്തിപ്പെട്ടിരിക്കുന്നു എന്ന് അള്ളാഹു പറഞ്ഞുകൊണ്ട് പരിശുദ്ധ ഖുർആൻ 7-ാം ആകാശത്തിൻ്റെ മുകളിൽ നിന്ന് ഇറക്കിയ സൂറത്തുൽ ഫത്ഹിലെ 10-ാമത്തെ ആയത്തും 18-ാമത്തെ ആയത്തും കാണാം. ആ ആയത്തിറങ്ങിയ സഹാബത്ത്, സാക്ഷികളായ സഹാബത്ത്, കുറച്ച് കാലം കഴിഞ്ഞപ്പോൾ ആ മരത്തിനെ അല്ലാഹു തആല മനുഷ്യരുടെ പിറ്റത്തെ കൊല്ലം വന്നപ്പോഴേക്കും ആ മരം തെരഞ്ഞുകൊണ്ടുപോയി കുറെ സഹാബത്ത്. അതിൽ ഉമർ റളിയല്ലാഹു അൻഹു അടക്കമുണ്ട്. ഉമർ തെരഞ്ഞുപോയത് യഥാർത്ഥത്തിൽ അദ്ദേഹത്തിന് ലഭിച്ച കംപ്ലൈൻറ്റ് കാരണമാണ്. അതായത് ചില ആളുകൾ ആ മരം തിരഞ്ഞുകൊണ്ട് അവിടെ പോയി ഇബാദത്തെടുക്കുകയും അവിടെ വെച്ചുകൊണ്ട് നമസ്കരിക്കുകയും ആ ഇരുന്നത് പോലെ ഒരു ജപം ഇരിക്കൽ അല്ലെങ്കിൽ ഒരു ഇഅ്തികാഫ് ഇരിക്കൽ ഇരുന്നു കൊണ്ട് ആ മരവുമായി കൊണ്ടുള്ള അവരുടെ ബന്ധം, ഇവരുടെ ആഗ്രഹങ്ങളും കാര്യങ്ങളൊക്കെ മരത്തിനോട് പറഞ്ഞ് തബറുക്ക് എടുക്കാൻ തുടങ്ങി. അങ്ങനെ ഈ വിവരങ്ങളാണ് ആർക്ക് കിട്ടുന്നത്? ഉമർ റളിയല്ലാഹു അൻഹുവിനോട് കിട്ടുന്നത്. അപ്പം യഥാർത്ഥത്തിൽ ഈ മരം എവിടെയാണെന്ന് കൊണ്ട് അദ്ദേഹം അന്വേഷിച്ചു വന്നു. യഥാർത്ഥത്തിൽ ആ മരം കാണാനില്ല. ആ മരം ഒന്നുകിൽ ചരിത്രകാരന്മാരൊക്കെ പറയുന്നത്, ഇമാം ബുഖാരി അടക്കം പറയുന്നത്, ഒന്നുകിൽ ആ മരം ഒഴുക്കിൽപ്പെട്ടുകൊണ്ട് വെള്ളപ്പൊക്കത്തിൽ ഒലിച്ചുപോയി, അതിൻ്റെ വേരറ്റം പോയി. ഇനി ആ മരം ഏതാണെന്ന് തിരിച്ചറിയാൻ കഴിയില്ല. അതിൽ പങ്കെടുത്ത സഹാബത്തിന് ഒരിക്കലും ആ മരം ഇന്നതാണ് എന്ന് പറയാൻ പറ്റാത്ത വിധം നാമവിശേഷമായി പോയി. അങ്ങനെ പിൽക്കാലത്തിൽ ഹജ്ജിന് വന്ന ആളുകൾ ആ മരം തെരഞ്ഞുകൊണ്ട് അവിടെ പോയി. അവിടെ ചെന്നപ്പോൾ ഈ മരം കണ്ടില്ല, വേറൊരു മരം കണ്ടു. ആ മരമാണ് ഈ മരം എന്ന് കരുതിക്കൊണ്ട് ആ മരത്തിൻ്റെ ചോട്ടിലിരുന്നു കൊണ്ട് എന്താക്കി? ഇബാദത്തുകൾ ചെയ്യാൻ തുടങ്ങി. അപ്പം എന്താ സംഭവം? ഈ മരത്തിൻ്റെ അടിയിൽ ബൈഅത്തുർ റിദ്വാൻ എന്ന് പറയുന്നൊരു സംഭവം ഉണ്ടല്ലോ. പരിശുദ്ധ ഖുർആൻ സൂറത്തുൽ ഫത്ഹിലെ 10ഉം 18ഒക്കെ ആയത്ത് ഉദ്ധരിച്ച് ഓതിക്കൊണ്ടിരിക്കുന്ന ജനത, അവർക്കറിയാം ഞങ്ങൾ ഇതിൽ പങ്കെടുത്തിട്ടില്ല. അതിൽ പങ്കെടുത്തത് 1500 സഹാബത്താണ്. ആ സഹാബത്തല്ല ഞങ്ങൾക്കതിൽ പങ്കെടുക്കാൻ കഴിഞ്ഞിട്ടില്ല. അതുകൊണ്ട് ആ പങ്കെടുക്കാൻ കഴിയാത്തതിൻ്റെ പേരിൽ ഞങ്ങൾ അവിടെ ഇരുന്നു കൊണ്ട് കുറച്ച് ഇബാദത്തൊക്കെ ചെയ്താൽ അള്ളാഹു അവരെ തൃപ്തിപ്പെട്ടതുപോലെ ഞങ്ങൾക്കും ആ തൃപ്തി കരസ്ഥമാകും. ഇവിടെ ഇബാദത്ത് ചെയ്താൽ അത് ഹറമിൽ, മസ്ജിദുൽ ഹറാമിൽ ഇബാദത്ത് ചെയ്ത പോലെയുള്ള പുണ്യകൂലി ഇരട്ടി 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 കൂലി ഇവിടെ വെച്ച് കിട്ടും എന്ന് സ്വയം കരുതിക്കൊണ്ട് ഇബാദത്ത് എടുക്കാൻ തുടങ്ങി.
ഈ വിവരമാണ് ആർക്ക് കിട്ടിയത്? ഉമർ റളിയല്ലാഹുവിന് കിട്ടിയത്. ഉമർ അവിടെ ചെന്നു, ആളുകളെ നിയമിച്ചു, കൽപ്പന പുറപ്പെടുവിച്ചു. രാജവിളംബരം പോലെ അമീർ കൽപ്പന പുറപ്പെടുവിച്ചു. ആ കണ്ട മരത്തിനെ നാമാവശേഷമാക്കാൻ വേണ്ടി അദ്ദേഹം ആഹ്വാനം ചെയ്തു. പിന്നെ ആ മരത്തിനെ കാണാൻ തന്നെ കഴിഞ്ഞില്ല. അപ്പൊ യഥാർത്ഥത്തിൽ ഉമർ റളിയല്ലാഹു അൻഹു ബൈഅത്തുർ റിദ്വാനിലുള്ള മരമല്ല മുറിച്ചത്. ആ മരം എന്നോ നാമാവശേഷമായി പോയി. അത് സഹാബത്ത് കാണാൻ ചെന്നിട്ട് കണ്ടിട്ടില്ല, ആർക്കും അത് തിരിച്ചറിയാൻ കഴിഞ്ഞിട്ടില്ല. സീനിയർ സഹാബത്ത് പോലും പിൽക്കാലത്ത് അവർ പറഞ്ഞു, ഞങ്ങൾക്ക് കണ്ടാൽ അറിയാം, പക്ഷെ അവിടെ ചെന്നപ്പോ ഇപ്പൊ അത് കാണാൻ കഴിയുന്നില്ല എന്ന് പറഞ്ഞു. അപ്പോൾ അത് കണ്ടിട്ടില്ലെങ്കിൽ വേറെ മരം. ഇങ്ങനെയാണ് സഹാബത്തിൽ ചില ആളുകൾ. അപ്പൊ അത് എന്താക്കി ഉമർ റളിയല്ലാഹു അതിനെ, ഇനി ആരും വന്നിട്ട് ഇവിടെ നിസ്കരിക്കരുത്, ഇനി ഇവിടെ ആരും വന്നിട്ട് ബർക്കത്തെടുക്കരുത്, ഇനി ഇവിടെ ആരും വന്നിട്ട് ദുആ ചെയ്യാൻ പാടില്ല, അത് കർശനമായി കൊണ്ട് വിലക്കിയ സംഭവം പ്രാമാണികമായ ഹദീസുകൾ ഉദ്ധരിച്ചതായിട്ട് നമുക്ക് കാണാൻ കഴിയും. മറ്റൊരു സംഭവം നോക്കൂ. ഈ പറഞ്ഞു വരുന്ന കാര്യം എന്താന്ന് വിചാരിച്ചാൽ, മുഅ്മിനീങ്ങൾക്ക് മുസ്ലിമീങ്ങൾക്ക് ആർക്കും ശിർക്ക് ബാധിക്കുകയില്ല. അവർ ശിർക്കിലേക്കൊന്നും പോകില്ല. അവരെന്ത് ചെയ്താലും ബർക്കത്താണ്, എന്ത് ചെയ്താലും തൗഹീദാണ് എന്ന് വിചാരിക്കുന്ന ആളുകൾക്ക് ചില ഉദ്ധരണികളാണ് ഞാൻ ഈ നടത്തിയിട്ടുള്ളത്. ഇനി നോക്കൂ, അള്ളാഹു അല്ലാത്തവർക്ക് സുജൂദ് ചെയ്യുക, ഇത് നമുക്കൊക്കെ അറിയാം, അത് പക്ക ശിർക്കാണ്. എന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്ത് ഇത് സംഭവിച്ചിട്ടുണ്ട്. ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നത്, ഖൈസ് ഇബ്നു സഅദ് റളിയല്ലാഹു അൻഹുവിന്റെ ഹദീസ് ഇമാം അബൂദാവൂദ് ഉദ്ധരിച്ച സഹിഹായ ഹദീസ് നിവേദനത്തിൽ കാണാം. അദ്ദേഹം പറയുന്നത്, ഞാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്ത് ചെന്നു. ഇയാൾ യഥാർത്ഥത്തിൽ ഇറാഖുകാരനാണ്. ഇറാഖിലെ കൂഫയിൽ നിന്ന് വരികയാണ്, ഇസ്ലാം വിശ്വസിച്ചുകൊണ്ടെത്തി. അവിടെ വന്നുകൊണ്ട് അദ്ദേഹം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറയുകയാണ്, അള്ളാഹുവിന്റെ റസൂലെ, ഇന്നി അതയത്തുൽ ഹൈറത ഫറഅയ്തുഹും യസ്ജുദൂന ലി മുർസബാൻ ലഹും ഫഅൻത യാ റസൂലല്ലാഹ് അഹഖു അൻ നസ്ജുദ ലക്. ഞങ്ങള് ഇറാഖിലെ കൂഫയില് അവിടെ രാജാക്കന്മാരിരുന്ന തൊട്ടടുത്തുള്ള ആളുണ്ടല്ലോ, രാജാവിന്റെ തൊട്ടടുത്തുള്ള സ്ഥാനക്കാരൻ, അദ്ദേഹം ഇരിക്കുന്ന സ്ഥലത്ത് അവരോടും രാജാവിനോടുള്ള ബഹുമാനമായിക്കൊണ്ട് അവിടുത്തെ ജനത അല്ലെങ്കിൽ അവിടുത്തെ ആ സദസ്സിലിരിക്കുന്ന ആളുകൾ അവര് സുജൂദ് ചെയ്യുന്നു ഞങ്ങൾ കണ്ടിട്ടുണ്ട്. അതെന്തിനാണെന്ന് ചോദിച്ചപ്പോൾ, നമ്മളൊക്കെ ചെയ്യുന്ന യഥാർത്ഥ സുജൂദ് മാതിരി തന്നെ, ഒരു വ്യത്യാസമില്ല. അതെന്താണെന്ന് ചോദിച്ചപ്പോൾ, രാജാവിനോടും രാജാവിൻ്റെ തൊട്ടടുത്തുള്ള ആളോടും ഏറ്റവും മുഖറബായ ആള് അയാളോടുമുള്ള ബഹുമാനമാണ്, ആദരവാണ്. ഇങ്ങനെ അവർക്ക് സുജൂദ് ചെയ്താൽ ആ ആദരവ് എവിടം വരെ എത്തും? ആകാശം വരെ എത്തുകയും അവൻ ഞങ്ങളെ സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ആദരിക്കുകയും ചെയ്യുമെന്നാണ്. അപ്പം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞോട് പറയുകയാണ്, അള്ളാഹിൻ്റെ റസൂലെ, അങ്ങനെ അവർ ആ രാജാവിനും അവരുടെ തൊട്ടടുത്തുള്ള ആൾക്കും സുജൂദ് ചെയ്യുന്നതിനേക്കാൾ ഏറ്റവും അർഹൻ താങ്കളാണല്ലോ. എന്നാൽ ഞങ്ങൾ താങ്കൾക്ക് കണ്ട് സുജൂദ് ചെയ്യട്ടെ. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ് അതിലേറ്റവും അർഹൻ എന്ന് പറഞ്ഞുകൊണ്ട് സുജൂദ് ചെയ്യാൻ പോയി. അപ്പം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അത് തടുത്തു. എന്നിട്ട് അവരോട് പറഞ്ഞു, ഒരു മനുഷ്യന് സുജൂദ് ചെയ്യാൻ പാടുള്ളതല്ല, അള്ളാഹു മാത്രമാണ് സുജൂദിന് അർഹൻ. ആർക്കെങ്കിലും മനുഷ്യരിൽ സുജൂദ് ചെയ്യാൻ അർഹതയുണ്ടായിരുന്നുവെങ്കിൽ ഞാൻ ഒരു ഭർത്താവിന് വേണ്ടി ഭാര്യയോട് സുജൂദ് ചെയ്യാൻ കൽപ്പിക്കുമായിരുന്നു. അങ്ങനെ വല്ല കൽപ്പനയുണ്ടായിരുന്നുവെങ്കിൽ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഭാര്യമാരോട് കൽപ്പിച്ചിട്ടില്ല ഭർത്താക്കന്മാരോട് അവർക്ക് വേണ്ടി സുജൂദ് ചെയ്യാൻ. അങ്ങനെ ആയിരുന്നുവെങ്കിൽ, കൽപ്പിക്കുമായിരുന്നുവെങ്കിൽ എന്ന് പറയുകയാണ്. ഇതുപോലെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്ത് ഖബർ സിയാറത്ത് നിരോധിച്ചിരുന്നു. നിങ്ങൾക്കറിയാം, വളരെ വ്യക്തമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഖബർ സിയാറത്ത് ഇസ്ലാമിൽ കടന്നു വന്ന ആളുകൾക്ക് ആ തുടക്കത്തിൽ അവർ ഖബറിൻ്റെ അടുത്ത് പോയിട്ട് ഖബറാളിയോട് ചോദിക്കാൻ തുടങ്ങി. സഹാബിയാണ്. അതുകൊണ്ട് ആ സഹാബത്തിന് അടുത്ത് എന്നുകൊണ്ട് അവർ ചോദിക്കുകയാണ്, അതുകൊണ്ട് കുന്തു നഹൈതുകും അൻ സിയാറത്തിൽ ഖുബൂർ, ഖബറുകൾ സിയാറത്ത് ചെയ്യുന്ന ഞാൻ നിരോധിച്ചു. ഇപ്പം നിങ്ങൾക്ക് ബോധവൽക്കരണം നടത്തി ഖബറാളികളോട് ചോദിക്കാൻ പാടില്ല, അള്ളാഹുവിനോട് ചോദിക്കണം, ഈ ഖബറിൽ കിടക്കുന്ന ആൾക്ക് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കണം, നിങ്ങൾക്ക് വേണ്ടി ഖബറാളിയോട് ചോദിക്കരുത് എന്ന് തുടർന്ന് തൗഹീദിന്റെ ഭാഗങ്ങളൊക്കെ പഠിപ്പിച്ചപ്പോൾ അൽ ആൻ ഫസൂറുഹ, ഇപ്പം നിങ്ങൾ ഖബർ സിയാറത്ത് ചെയ്തോളൂ, ഫൈനഹ തുദക്കിറുൽ ആഖിറ, കാരണം ഇത് ആഖിറത്തിനെ പറ്റി ചിന്തയുണ്ടാക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നിങ്ങൾക്കറിയാം, വാപ്പ ഇസ്ലാമാകുന്നതിന് മുമ്പ് മരണപ്പെട്ടു, ഉമ്മ ഇസ്ലാമാകുന്നതിന് മരണപ്പെട്ടു. അപ്പോൾ അവരുടെയൊക്കെയും ഖബർ സിയാറത്ത് ചെയ്യാൻ പാടുണ്ടോ എന്ന ചോദ്യം വന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹുവിനോട് അനുമതി ചോദിച്ചു. അപ്പോൾ ഖബർ സിയാറത്ത്
ചെയ്യാൻ അനുമതി കൊടുത്തു. ആരുടെ ഖബർ? ഉമ്മയുടെ ഖബർ. അവിടെ അനുമതി ഖബറിൻ്റെ അടുത്ത് ചെന്നപ്പോൾ പിന്നീട് ആ ഉമ്മാക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ അനുമതി ചോദിച്ചു. അപ്പോൾ അനുമതി കൊടുത്തില്ല. കാരണം ഷിർക്കിൽ മുശരിക്കായിക്കൊണ്ട് ഷിർക്കിൽ മരണപ്പെട്ട ആളുകളാണ്. അവർക്ക് വേണ്ടി നിങ്ങൾ അള്ളാഹുവിനോട് പ്രാർത്ഥിക്കരുത് എന്ന് പരിശുദ്ധ ഖുർആൻ്റെ ആയത്തിറങ്ങി. അതുപോലെ തന്നെ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വാപ്പയും, ഇതുപോലെ തന്നെ ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിൻ്റെ വാപ്പ, അദ്ദേഹത്തിന് വേണ്ടിയും ഇബ്രാഹിം നബി പ്രാർത്ഥിക്കാൻ ഒരുങ്ങി. പക്ഷേ അള്ളാഹുവിൻ്റെ ശത്രുവാണെന്ന് മനസ്സിലാക്കിയപ്പോൾ അതിൽ നിന്ന് ഒഴിഞ്ഞു മാറി. ഇങ്ങനെ ഇസ്ലാമിക ചരിത്രത്തിൽ മുഅ്മിനീങ്ങളായ ആളുകൾക്ക് തന്നെ, വിശ്വാസികൾക്ക് തന്നെ ശിർക്ക് വന്നിട്ടുള്ള എത്രയോ കാര്യങ്ങൾ നമുക്ക് കാണാൻ കഴിയും. സമയക്കുറവ് മൂലം ഇനിയും കുറേ അതിൻ്റെ ഭാഗങ്ങൾ പറയാറുണ്ട്. അതായത് വിശ്വാസികൾക്ക് ശിർക്ക് ചെയ്താലും അവർ മുശരിക്കാവുകയില്ല, കാരണം മൂമിൻ ഒരിക്കലും മുശരിക്കല്ല എന്ന വാദം തള്ളിക്കളയാൻ വേണ്ടിയാണ് പരിശുദ്ധ ഖുർആനിൽ നിന്നും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രാമാണിക ഹദീസുകളിൽ നിന്നും ചില ഉദാഹരണങ്ങൾ മാത്രം നിങ്ങൾക്ക് കാണിച്ചു തന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ ദീനിനെ മുറുകെ പിടിക്കുകയും ആ തൗഹീദിൽ അടിയുറച്ചുകൊണ്ട് ഈമാനിക ശക്തിയോടുകൂടി തഖ്വയോടുകൂടി അമൽ ചെയ്യുവാനും മുവഹിദുകളായ അള്ളാഹു ഇഷ്ടപ്പെട്ട ദാസന്മാരിൽ അള്ളാഹു നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തുമാറാകട്ടെ. ഹാദാ വല്ലാഹു അലം വസല്ലല്ലാഹു വസല്ലമ വബാറക അലാ നബിയിനാ മുഹമ്മദ് വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.